അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നല്ലവരായി വളർന്ന് നല്ലവരായി മരണം നല്ലവരോടൊപ്പം ശുദ്ധമായ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇത്തരം ആത്മീയ മജ്‌ലിസുകൾ സമൂഹത്തിന് നൽകുന്ന ഉത്തേജനം അക്കാഡമിക് പഠനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ പല ഘട്ടങ്ങളിലായി ബദർ മാലയും മൗലൂദും ഒക്കെ നിരോധിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട്? ആ സദസ്സിൽ നിന്നുണ്ടാകുന്ന ഊർജം വഴിയാണ് മാപ്പിളമാർ അവർക്കെതിരെ വാളെടുക്കുന്നത് എന്ന് കുശാഗ്ര ബുദ്ധിക്കാരാകുന്ന ബ്രിട്ടീഷുകാർ മനസ്സിലാക്കിയതായിരുന്നു അതിൻ്റെ ഫലം. ഈ ഉമ്മത്തിൻ്റെ നാനോന്മുഖമായ പുരോഗതിക്ക് ആത്മീകമായും ഭൗതികമായും അവർ വിജയം നേടാൻ ഇത്തരം സദസ്സുകൾ കാരണമായി എന്നർത്ഥം. നേരത്തെ സുലൈമാൻ ഉസ്താദ് വിശദീകരിച്ച ഇമാം ബുഖാരി തങ്ങളടക്കം നിവേദനം ചെയ്ത ഹദീസ്, അല്ലാഹുവിന് ചില പ്രത്യേക മലാഖ സംഘങ്ങളുണ്ടെന്നും അവർ ഇൽതമിസൂന മജാലിസ ദിക്ർ, ദിക്റിന്റെ വേദികൾ അന്വേഷിച്ചുകൊണ്ട് സയ്യാഹീൻ അവർ ചുറ്റിക്കൊണ്ടിരിക്കുമെന്നും ഇങ്ങനെയുള്ള ദിക്റിന്റെ വേദികൾ കിട്ടിയാൽ, കണ്ടാൽ, മനസ്സിലാക്കിയാൽ അവർ അതിൽ പങ്കെടുക്കുമെന്നും എന്നിട്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ ചെന്ന് ഞങ്ങൾ ഇങ്ങനെ ഇന്ന സദസ്സുകൾ കണ്ടു, അത് ഞങ്ങൾ ചേർന്നിരുന്നു എന്നൊക്കെ അവർ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും അവർക്ക് ഞാൻ പുറത്തു കൊടുത്തു എന്ന് റബ്ബ് പറയുമ്പോൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു മറ്റു ചില താല്പര്യങ്ങൾക്ക് വേണ്ടി വന്നവർ, അവർക്കോ എന്ന് ഈ മാലാഖമാർ അള്ളാഹുവിനോട് അന്വേഷിക്കുമ്പോൾ മാനായ സുലൈമാൻ ഉസ്താദ് അതായിരുന്നു എന്ന് ഊന്നി പറഞ്ഞത്. ഉമ്മുൽ ഖൗമുൽ ആയുഷ്കാ ജലീസ്, ആ സമൂഹത്തിൽ ഇരുന്നവരും പങ്കെടുത്തവരും ഒന്നും തോറ്റുപോകൂല. ഇത് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച് സഹീഹായ പരമ്പര വഴി ഒട്ടുമിക്ക ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും ചർച്ച ചെയ്യുമ്പോൾ ദിക്ർ പാടില്ല, സ്വലാത്ത് പാടില്ല, ഇത്തരം നല്ല വേദികളും പ്രാർത്ഥനാ സദസ്സുകളും പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഈ സമൂഹത്തെ ആത്മീയമായി പിന്തിരിപ്പന്മാരാക്കുന്ന മികച്ച ശക്തി പല രീതിയിൽ പല പേരുകളിൽ നമുക്ക് ചുറ്റും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. മുതാലിമീങ്ങളെ മാറ്റിവെച്ചാൽ ഈ സദസ്സിലേക്ക് എത്ര ചെറുപ്പക്കാർ വന്നു എന്നൊന്ന് ആലോചിച്ചു. ഈ പ്രചാരണത്തിന്റെ ഫലമാണ്. മുതാലിമീങ്ങൾ ഏതായാലും വലിയൊരു സേവനത്തിന് ഒരുങ്ങിയവർ. നമുക്കൊക്കെ ഉള്ളത് പോലെയുള്ള ഭൗതികമായ താല്പര്യങ്ങൾ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ അവർക്കുണ്ട്. അവർ പഠിച്ചു വളർന്ന ഗ്രൗണ്ടും സ്കൂളും പഠിപ്പിച്ച ടീച്ചർമാരും കളിക്കൂട്ടുകാരും നാടും പശ്ചാത്തലവും അവരെയും വല്ലാതെ പ്രലോഭിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും സ്വന്തം വീട്ടുകാർ പോലും പലപ്പോഴും നിരുത്സാഹപ്പെടുത്തിയിട്ടും അള്ളാഹുവിൻ്റെ ദീന് പഠിക്കണം എന്ന് കരുതി സർവം സഹിച്ച് വിവിധ സ്ഥാപനങ്ങളിലും പള്ളികളിലും ദർസുകളിലും പഠിക്കുന്നവരാണ്. അവർ ആത്മീയതയുടെ പുതിയ കാലത്തിൻ്റെ നിദർശനങ്ങളാണ്. അതുകൊണ്ട് അവർ വേദിയിൽ കാണും. അതല്ലാത്ത നമ്മുടെ ബൗദ്ധികരാകുന്ന സാധാരണ കുട്ടികളിൽ എത്ര സാന്നിധ്യം ഇവിടെ ഉണ്ട് നമ്മളൊന്ന് ആലോചിച്ചു നോക്കും. എന്തുകൊണ്ടാണിത്? ആത്മീയതയോടുള്ള പുച്ഛം പല അഡ്രസ്സുകളിൽ സമൂഹത്തിൽ കുത്തിച്ചെലുത്തിക്കൊണ്ടിരിക്കും. അത് മാരകമായ വേർഷനുകളുണ്ട്. മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടിയുള്ള ചെറിയ ചെറിയ പദ്ധതികളുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പനയും റസൂലിൻ്റെ തീരുമാനവും നമ്മുടെ മോഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും വിരുദ്ധമായാൽ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും തീരുമാനങ്ങളെ മാറ്റിവെക്കണമെന്ന് നമ്മളെക്കൊണ്ട് പല രീതിയിൽ തീരുമാനമെടുപ്പിച്ചവരും നമ്മുടെയൊക്കെ ഇടയിലുണ്ട്. ഏതെങ്കിലും ഒരു അസംഭവമായ കാര്യത്തെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. പുതുകാലത്ത് ജീവിക്കുന്ന ആണാവട്ടെ പെണ്ണാവട്ടെ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും തീരുമാനത്തിന് വിരുദ്ധമായി അവൻ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അതെനിക്ക് പാടില്ലെന്ന് ഊർജ്ജസ്വലമായി ചിന്തിക്കാനും അതിൽ നിന്ന് മാറി നിൽക്കാനും സാധ്യത വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് ഈ രീതിയിലേക്ക് നമ്മുടെ സമൂഹം അധപ്പതിച്ചു പോകുന്നത്? അതിൻ്റെ അനുരണനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു 10-20 വർഷം മുന്നെയാണ്, കൃത്യമായി പറഞ്ഞാൽ 2009 പുതിയ രീതിയിലുള്ള ഒരു യുക്തിവാദം നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നത്. അതൊരു ലോക പ്രതിഭാസമായിരുന്നു. അതിൻ്റെ ഭാഗമായി നമ്മുടെ നാടിനെയും അത് ഗ്രസിച്ചു തുടങ്ങി.
2010 മുതലാണ് അവർ അതിൻ്റെ പ്രചാരണത്തിന് തകൃതിയായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2026 നമ്മൾ എത്തി നിൽക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ 10-16 വർഷം. പണ്ടുള്ളതുപോലെ ഏതാനും ചടങ്ങായ യുക്തിവാദ പ്രവർത്തനങ്ങളല്ല അവർ നടത്തിയത്. നേരെ മറിച്ച് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന മനുഷ്യനെ ആത്മീകമായി തകർത്തുകൊണ്ടിരിക്കുന്ന ആധുനിക സംവിധാനം കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിലേക്ക് സംശയത്തിൻ്റെ വിവിധങ്ങളായ കുളത്തുകൾ ഇട്ട് വയ്ക്കാൻ അവർക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ ആത്മീയതയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന നമ്മുടെ കേരളത്തിൽ, മതവിജ്ഞാനത്തിന് വലിയ സംവിധാനങ്ങളുള്ള നമ്മുടെ കേരളത്തിലും അവർക്ക് മെല്ലെ 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 ക്ലച്ച് പിടിക്കാൻ സാധിച്ചു. ഇന്നത്തെ അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരു 16 വർഷം മുന്നേ മുതൽ നവനാസ്തികത കേരളത്തെ സ്വാധീനിക്കാൻ തുടങ്ങിയിട്ട് അവർ സമൂഹത്തിന് നൽകിയ ഗുണങ്ങളും സംഭാവനകളും എന്താണെന്ന് എൻ്റെ പ്രിയപ്പെട്ട സദസ്യർ നിഷ്പക്ഷമായൊന്ന് ആലോചിച്ചു. കേരളത്തിൽ വളരെയേറെ വർധനവ് വന്നു. പല അധർമ്മങ്ങൾ, ആത്മഹത്യയുടെ കണക്കെടുക്കുക, ദേശീയ ശരാശരിയേക്കാളും 4 ഇരട്ടിയാണ് കേരളത്തിലെ ആത്മഹത്യയുടെ തോത്. വിവരമില്ലാത്തവർ എന്ന് നമ്മൾ പരിഹസിക്കുന്ന, ഒരു നിലക്കും ഒരു പുരോഗതിയും ഇല്ലാത്തവർ എന്ന് നമ്മൾ പലപ്പോഴും ഭത്സിച്ചുകൊണ്ടിരിക്കുന്ന ബീഹാറുകാരനേക്കാൾ ജോലിയില്ലാതെ നമ്മുടെ നാട്ടിലൂടെ തേരാപാരാ നടക്കുന്നു. പലപ്പോഴും നമ്മുടെ ചില ആഢ്യന്മാരുടെ ബംഗ്ലാദേശി വിളിയും കേട്ട് അടി ഏറ്റു മരിക്കേണ്ടി വരുന്ന പച്ച സാധുക്കൾ കൊൽക്കത്തക്കാരേക്കാൾ എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ആരോഗ്യവും പിന്നെ വിദ്യാഭ്യാസവും 96% സാക്ഷരതയും അടിസ്ഥാന വിദ്യാഭ്യാസമായി ഡിഗ്രി മാറുന്ന നമ്മുടെ കേരളത്തിൽ 4 ഇരട്ടിയാണ് ആത്മഹത്യ സംഭവിക്കുന്നത്. എന്തുകൊണ്ടായത്? ഞാനൊരു കണക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കണക്ക് പറഞ്ഞാൽ നമുക്ക് ഈ പ്രസംഗം മുഴുവൻ അതാക്കിയാലും തീരൂല. ഈ 2-3-4 ദിവസം മുന്നേ ഡിസംബർ 25 കുടിച്ച കള്ളിൻ്റെ കണക്ക് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. 333 കോടി രൂപയ്ക്കാണ് ഒരൊറ്റ ദിവസം കേരളം കള്ളു കുടിച്ചത്. അതിൻ്റെ തൊട്ട് തലേന്നാൾ 24-ാം തീയതി 248 കോടിക്ക് കുടിച്ചു. 2 ദിവസത്തെ കണക്കും കൂടെ ചേർത്താൽ ഏകദേശം 600 കോടി രൂപയുടെ കള്ളു കുടിച്ചു കേരളക്കാരൻ. ഇത് ഔദ്യോഗികമായി ഗവൺമെന്റ് നിർമ്മിച്ച് ബീവറേജ് കോർപ്പറേഷന്റെ ഔദ്യോഗിക ഔട്ട്ലെറ്റിലൂടെ വിതരണം ചെയ്തതിന്റെ കണക്കാണ്. നാട്ടിൽ വാറ്റിയെടുത്ത മൂലവെട്ടിയുടെ കണക്ക് ഇതിലില്ല, ആനവായ്ക്ക് ഇതിൽ വരുന്നില്ല. ഓരോ ക്രിസ്ത്യാനിയും അവരുടെ വീട്ടിൽ വെച്ചുണ്ടാക്കുന്ന വീഞ്ഞുകൾ ഇതിന്റെ കണക്കിലല്ല പെട്ടത്. പിന്നെ കേരളത്തെ മൂടിക്കൊണ്ടിരിക്കുന്ന 14 ടൈപ്പ് മയക്കുമരുന്നുകൾ ഏറ്റവും കൂടുതലായി ഉത്സവ സീസണിൽ കേരളത്തിൽ ചെലവാകുന്നു. അതും ഈ ഗണത്തിൽ പെടുന്നില്ല. ഗവൺമെന്റ് ഹലാലാണ് എന്ന രീതിയിൽ വിതരണം ചെയ്യുന്ന അവരുടെ ഔദ്യോഗിക സ്ഥാപനങ്ങളിലൂടെ കേരളക്കാരൻ്റെ കയ്യിലെത്തുന്ന മദ്യത്തിൻ്റെ കണക്ക് മാത്രമാണ് 2 ദിവസം കൊണ്ട് ഏകദേശം 600 കോടി രൂപ. നല്ലൊരു സംഭവമാണല്ലോ ഈ കള്ള് എന്ന് പറഞ്ഞാൽ. നല്ലൊരു സംഗതിയാണല്ലോ ഈ കള്ള്. 10 വർഷം മുന്നേ 28 ബാറുകൾ ഉണ്ടായിരുന്ന നമ്മുടെ കേരളത്തിൽ 756 നിലവിലുണ്ട്. കേരളക്കാരന് കുടിമുട്ടരുത് എന്ന് കരുതിയിട്ട് പാലക്കാട് വലിയൊരു മദ്യനിർമ്മാണ ഫാക്ടറി തകൃതിയായി നിർമ്മാണം നടക്കുന്നുണ്ട്. ഈ ഒരു സാധനം സമൂഹത്തെ ഏത് രീതിയിൽ സ്വാധീനിക്കുമെന്ന് ഞാൻ പ്രഭാഷണം നടത്തേണ്ടതുണ്ട്. കുടുംബം തകരുന്നത്, ആരോഗ്യം നശിക്കുന്നത്, പല ആളുകളും മദ്യപാനിയായി അഡിക്റ്റായി അവസാനം ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നത്. കൊട്ടക്കണക്ക് പറയല്ല, നിങ്ങൾക്ക് പരിശോധിക്കാം. സിബി മാത്യു എന്ന് പറയുന്ന മുൻ പോലീസ് ഓഫീസറുടെ മലയാളികൾ ഇങ്ങനെ മരിക്കണോ എന്ന ആത്മഹത്യയെക്കുറിച്ചുള്ള പുസ്തകം പരിശോധിച്ചു നോക്കുക. പറയും കേരളത്തിൽ ആത്മഹത്യ തകൃതിയായി വർദ്ധിക്കാനുള്ള കാരണം മദ്യത്തിന്റെ അമിതമായ ഉപയോഗമാണ്. മയക്കുമരുന്നിന്റെ കണക്ക് ഞാൻ പറയുന്നില്ല. മയക്കുമരുന്നിന് 4 ഘട്ടമുണ്ട്, പ്രത്യേകിച്ച് MDMA പോലെയുള്ള സിന്തറ്റിക് രാസവസ്തുക്കൾ. 1ാമത്തെ ഘട്ടത്തിൽ അത് ഉപയോഗിക്കുന്നവന് വലിയ ധൈര്യമായിരിക്കും, എന്തിനും പറ്റും. അത് മുഴുവൻ വിശദീകരിക്കുന്നില്ല. അവസാനം സംശയവും നിരാശയും അവനെ ബാധിക്കും. 2 പേര് കൂടി നിന്ന് സംസാരിക്കുന്നത് കേട്ടാൽ അതെന്നെ കുറിച്ച് പറയാൻ അവന് തോന്നും. അക്രമ സ്വഭാവം കാണിക്കും, പലപ്പോഴും വയലന്റ് ആകും, മുഴുത്ത ഭ്രാന്തിലേക്ക് എത്തും, പിന്നെ ആത്മഹത്യയിൽ ഭയം പ്രാപിക്കുന്നു.
അള്ളാഹു വേണ്ട, റസൂല് വേണ്ട, സ്വർഗല്ല നരകല്ല, അതൊക്കെ വെറും തോന്നലാണെന്ന് നാടുനീളെ പ്രചരിപ്പിച്ചവർ ഈ നാടിന് നൽകിയ അശാന്തതയുടെ ചില കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇനിയും കുറെ പറയാനുണ്ട്. 11 ടൈപ്പ് മയക്കുമരുന്നുകൾ കേരളത്തിൽ വ്യാപകമാണെന്ന് പറഞ്ഞാൽ അത് നമ്മുടെയൊക്കെ ഗ്രാമപ്രദേശങ്ങളുടെ ഉള്ളിൽ പോലും എത്തിച്ചേരുന്നു എന്ന സത്യം ദീനിനെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, സഹോദരന്മാർ, പ്രത്യേകിച്ച് ഉമ്മമാർ, സഹോദരിമാർ മറന്നു പോകരുത്. സഹോദരിമാരെയും സഹോദരന്മാരെയും മദ്യത്തിന്റെ കണക്കിൽ സാധാരണ രീതി നമുക്ക് പറയേണ്ടതില്ല. തീർച്ചയായും അവർ അതിൽ നിന്ന് അന്യം നിൽക്കുന്നവരാണ്. പക്ഷേ ഇപ്പോൾ കഥ മാറി, കാലവും മാറി. കേരളത്തിലെ പ്രസിദ്ധമായ ഡി അഡിക്ഷൻ സെന്ററുകളിൽ ഒന്നാണ് തിരൂരിൽ പ്രവർത്തിക്കുന്നത്, നിങ്ങളുടെ നാടിൻ്റെ തൊട്ടടുത്ത്. കള്ളുകുടിയുടെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ അഡിക്റ്റായ ആളുകളെ കൊണ്ടുവന്ന് ചികിത്സിക്കാനുള്ള ഗവൺമെന്റിന്റെ സംവിധാനം, അവിടെയുള്ള പ്രധാന ഡോക്ടർ ഈയിടെ വെളിപ്പെടുത്തിയത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും കേരളത്തിൽ പൊതുവെയും പുതിയതായി മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും കടന്നു വരുന്നത് യുവതികളും പെൺകുട്ടികളുമാണ്. നമ്മുടെ നാട് തല കുത്തനെ നിൽക്കും. ഈ സമുദായം മിന്നെയും തോറ്റുകൊണ്ടേയിരിക്കും. ഒരു ഭർത്താവ് മദ്യപാനിയാണെങ്കിൽ അയാളെ പറഞ്ഞു നന്നാക്കാൻ ചിലപ്പോൾ ബുദ്ധിമതിയായ തഖ്വയുള്ളൊരു പെണ്ണിന് സാധിക്കും. ചേർത്ത് നിർത്തി ഹൃദയത്തിന്റെ ഭാഷയിൽ ആർദ്രതയോടുകൂടെ കണ്ണോടുടക്കിയിട്ട് ആ സ്ത്രീ എങ്ങാനും തൻ്റെ ഭർത്താവിനെ ഉപദേശിക്കുകയാണെങ്കിൽ, നിങ്ങൾ എങ്ങനെ നടന്നാൽ നമ്മുടെ ഭാവി എന്താകുമെന്ന് ചോദിച്ചാൽ, നമ്മുടെ മക്കൾ നിങ്ങളെ കണ്ടു വളർന്നാൽ അവരുടെ രീതി എന്താകുമെന്ന് അന്വേഷിച്ചാൽ, ഒട്ടുമിക്ക ഭർത്താവും ആ നിമിഷത്തിൽ മദ്യപാനം ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട്. വായയുടെ ഉള്ളിൽ ബ്ലേഡ് കൊണ്ട് പ്ലസ് പോലെയുള്ള മുറിവുണ്ടാക്കി അതിൽ സ്റ്റിക്കർ ടൈപ്പ് മയക്കുമരുന്നുകൾ ഒട്ടിച്ചു വെച്ച് 40 മണിക്കൂർ ലഹരിയുടെ ലോകത്ത്, മായാലോകത്ത് സ്വപ്നം കണ്ട് നടക്കുന്നു നമ്മുടെ പെൺകുട്ടികൾ. സ്ത്രീയാകുന്നൊരു ടീച്ചർക്ക് പോലും പരിശോധിക്കാൻ പറ്റാത്ത അത്ര സ്വകാര്യമായ ഇടങ്ങളിൽ, വ്യക്തമായി പറയണം, അവരുടെ റീപ്രൊഡക്ഷൻ മേഖലകളിൽ മുറിവുകൾ ഉണ്ടാക്കുക, അവിടെ സ്റ്റിക്കർ ഒട്ടിക്കുക മയക്കുമരുന്നിൻ്റെത്, എന്നിട്ട് അതും ആസ്വദിച്ചുകൊണ്ട് അന്തം വിട്ട് ക്ലാസ്സിലിരിക്കുക. ഇതൊക്കെയാണ് ട്രെൻഡ്. ഇതിന് വിരുദ്ധമായി ദീന് പറയുമ്പോൾ ഇപ്പോഴും ഒരു പുരോഗതിയില്ല. 6-ാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാതെ അവിടെ തിരിഞ്ഞു കളിക്കുകയാണെന്നാണ് ആക്ഷേപം. പെൺകുട്ടികൾ അവരെക്കുറിച്ച് ശ്രദ്ധിക്കണമെന്ന്, ഭാവിയെക്കുറിച്ച് ആലോചിക്കണമെന്ന്, ആരും തന്നെയും ഇതുപോലുള്ള വൃത്തികേടുകളിലേക്ക് പോകരുതെന്ന് ആരെങ്കിലും ഉപദേശിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ സ്ത്രീ വിരുദ്ധനായി അവനെ ചിത്രീകരിക്കുന്നു. ഇവർ സമൂഹത്തിന് നൽകിയ സംഭാവനകൾ എന്താണ്? മതം വേണ്ടാന്ന് പറഞ്ഞു വരുത്തി. അള്ളാഹുവും റസൂലും പ്രധാനമല്ല എന്നവർ പലരുടെയും ഉള്ളിലേക്ക് സന്നിവേശിപ്പിച്ചു. അതിൻ്റെ ഫലമായി ആത്മീയമായ രീതികളിൽ നിന്ന് സമൂഹം മാറി സഞ്ചരിച്ചു. ഏറ്റവും പുതിയ കണക്കൊന്നുകൂടെ ഞാൻ പറയാം. 50 വർഷത്തിനിപ്പുറം ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വർഷമാണ് ഈ കഴിഞ്ഞു പോയ 2025. എന്താ എയ്ഡ്സ് രോഗം? ഇഞ്ചിഞ്ചായ മരണം, 10 വർഷം നീണ്ടു നിൽക്കുന്ന മരണം, അതാണ് എയ്ഡ്സ്. കണ്ടെത്തിയിട്ട് 10-65 കൊല്ലമായി. ഇതുവരെ അതിനെപ്പറ്റി നിരന്തരമായി ഗവേഷണം നടന്നിട്ടും ഒരൗഷധം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പിടിക്കൂല എന്ന് വെല്ലുവിളിക്കൊന്നുമല്ല ഞാൻ, ചിലപ്പോൾ പിടിച്ചേക്കും. നിലവിലുള്ള സാഹചര്യത്തിൽ ക്യാൻസറൊക്കെ പിടിച്ചാൽ അതിൻ്റെതായ പ്രയാസങ്ങൾ ഉണ്ടാകും, പക്ഷെ വല്ലാതെ നീണ്ടു നിൽക്കൂല. അറ്റാക്ക് വന്നാൽ എന്തിനാ മരിക്കുന്നത് പോലും അറിയാതെ സൈലന്റ് അറ്റാക്കൊക്കെ ആളെ കൊണ്ടുപോകും. ഈ വൃത്തികെട്ട രോഗം പിടിപെട്ടാലോ 10 വർഷം ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കും. എല്ലാവിധ പകർച്ചവ്യാധികളും ആ വ്യക്തിക്ക് പിടികൂടും. അദ്ദേഹത്തിന്റെ പ്രതിരോധ ശക്തി 100% നശിച്ചു പോകും. പ്രത്യേകിച്ച് ശ്വാസകോശവുമായി ബന്ധപ്പെട്ട് വലിയ രോഗങ്ങളുണ്ടാവും. ശ്വാസകോശത്തിന്റെ ഭിത്തിയിൽ വലിയ വലിയ ഹമ്പുകൾ രൂപപ്പെടും. അതിലൂടെ ഞെക്കി ശ്വാസം വരുമ്പോൾ നന്നായിട്ട് വിസിലടിക്കുന്നത് പോലെ അനുഭവപ്പെടും. വയറ് കുഴിഞ്ഞു പോകും. ഈ നെഞ്ചല് മൊത്തം പൊന്തി വരും. കണ്ണ് നന്നായിട്ട് ആഴത്തിൽ പോകും. പേക്കോലമായി, ശാപമായി, വീട്ടുകാർക്ക് പോലും ബുദ്ധിമുട്ടായി 10 വർഷം അയാൾ ജീവിക്കും. 2025 ഏറ്റവും കൂടുതൽ, ഒരു 50 വർഷത്തിന്റെ കണക്ക് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. ബലാത്സംഗങ്ങൾ കൂടി, വ്യഭിചാരം കൂടി, എല്ലാവിധ താന്തോന്നിത്തങ്ങളും വർദ്ധിച്ചു വന്നു. എന്തുകൊണ്ട്? ആത്മീയത വേണ്ടെന്ന് പലരും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പല രീതിയിൽ നമ്മുടെ നാട്ടിലുള്ള ബിദ്അത്തുകാരും പ്രവർത്തിച്ചു. അവർക്കും ഇതിൽ നിന്ന് ഒഴിയാൻ പറ്റാത്ത വിധം വലിയൊരു പങ്കുണ്ട്.
പെണ്ണുങ്ങൾ പുറത്തിറങ്ങട്ടെ എന്നവർ വാദിച്ചു കൊണ്ടേയിരുന്നു. നേരത്തെ സുലൈമാൻ ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മളൊക്കെ കഷ്ടപ്പെട്ട ആണുങ്ങളാകുന്ന നമ്മൾ കഷ്ടപ്പെട്ട് ഏതെങ്കിലും ഒരു പള്ളിയിൽ പോയി വെയിലുകൊണ്ട് മഴ കൊണ്ട് ബുദ്ധിമുട്ടി നിസ്കരിച്ചു വരുമ്പോ നമുക്ക് കഷ്ടിച്ച് 27 ഇരട്ടിയുടെ പ്രതിഫലം കിട്ടും. അതത്ര മോശമൊന്നുമല്ല, എല്ലാവരും പോണം. പക്ഷേ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ അവരുടെ വീട്ടിൻ്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ മദീനത്തെ പള്ളിയിൽ നിസ്കരിച്ചതിനേക്കാൾ പ്രതിഫലം കിട്ടും. അതും അല്ലാഹുവിൻ്റെ റസൂൽ ഇമാമായിട്ട്, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മഅ്മൂമായിട്ട്, ഉമറുൽ ഫാറൂഖ് തങ്ങൾ മഅ്മൂമായിട്ടുള്ള നിസ്കാരം. അത് അങ്ങനെ തന്നെ ഫഖീഹിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ സുലൈമാൻ ഉസ്താദ് സൂചിപ്പിച്ചല്ലോ, ഒരു സഹോദരി വന്നു, ഉമ്മു ഉമൈദിൻ സാഇദിയ റളിയല്ലാഹു അൻഹ വന്നു അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക്. ഇന്നി ഉഹിബ്ബു സ്വലാത്ത മഅക യാ റസൂലല്ലാഹ്, എനിക്ക് അങ്ങയോടൊപ്പം നിസ്കരിക്കാൻ മോഹമുണ്ടെന്ന് അവരറിയിച്ചു. അവരൊരു കാര്യം കൂടെ പറഞ്ഞു, ഒറ്റയ്ക്ക് എൻ്റെ അഭിപ്രായം പറയാൻ വന്നതല്ല, ഞാനൊരു വലിയ സംഘം സ്ത്രീകളുടെ പ്രതിനിധിയാണ്, അവരെല്ലാവരും എന്നെ പറഞ്ഞയച്ചതാണ്. പുരുഷന്മാർ യുദ്ധം ചെയ്യുന്നു, അതിൻ്റെ പ്രതിഫലം കിട്ടുന്നു. അവർ ജുമാഅക്കും ജമാഅത്തിനും പങ്കെടുക്കുന്നു, അതിൻ്റെ പ്രതിഫലം അവർക്ക് കിട്ടുന്നു. പക്ഷേ ഞങ്ങൾ ഇങ്ങനെ വീട്ടിലൊരുങ്ങി നിൽക്കുകയാണ്, ഞങ്ങൾക്കതൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ഇന്നി ഉഹിബ്ബു സ്വലാത്ത മഅക യാ റസൂലല്ലാഹ്. ആ സഹോദരിയുടെ ആത്മാർത്ഥത അല്ലാഹുവിൻ്റെ റസൂൽ അംഗീകരിച്ചു. അവിടുന്ന് പറഞ്ഞു, ഞാനത് മനസ്സിലാക്കുന്നു, അങ്ങയുടെ ആവശ്യം ഞാൻ ഉൾക്കൊള്ളുന്നു. പക്ഷേ പ്രതിഫലം കിട്ടാനാണല്ലോ, സ്വർഗം നേടാനാണല്ലോ. നിന്റെ വീട്ടിന്റെ സിറ്റൗട്ടിൽ വെച്ച് നീ നിസ്കരിക്കുന്നത് എൻ്റെ മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യം കിട്ടുന്നതാണ്. നിന്റെ വീട്ടിന്റെ ഡൈനിങ് ഹാളിൽ കയറി നിസ്കരിക്കുകയാണല്ലോ, സിറ്റൗട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലം കിട്ടും. നിന്റെ ഡൈനിങ് ഹാളിൽ നിന്ന് മാറിയിട്ട് പൊതുവെ എല്ലാവരും ഉപയോഗിക്കുന്ന റൂമിൽ വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ ഡൈനിങ് ഹാളിൽ നിസ്കരിച്ചതിനേക്കാൾ പ്രതിഫലം കിട്ടും. നിന്റെ ഏതുമാത്രമായ സ്വകാര്യമായ ഖൈറുബൈത്ത് എന്നാ പറയുന്നത്, കുഴി എന്നാണ് അർത്ഥം. നിന്റേത് മാത്രമായ സ്വകാര്യമായ നേരിയ ഇരുട്ടൊക്കെയുള്ള ഭക്തി ലഭിക്കും വിധത്തിൽ ആരുടെയും ശല്യമില്ലാത്ത വീട്ടിൻ്റെ ഉള്ളിൽ വെച്ച് നീ നിസ്കരിക്കുകയാണെങ്കിൽ നിന്റെ പൊതുവായ റൂമിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ്. സ്വന്തം വീട്ടിന്റെ സിറ്റൗട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ പോലും അല്ലാഹുവിന്റെ റസൂൽ അവരുടെ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചതിനേക്കാൾ പുണ്യം കിട്ടും. അത് നശിപ്പിക്കണമെന്ന് പലരും വിചാരിച്ചു. അതുകൊണ്ട് ഇറങ്ങണം പള്ളിക്ക് എന്നവർ വാദിച്ചുകൊണ്ടേയിരുന്നു. ഇറങ്ങണം പള്ളിക്ക് എന്ന് വാദിച്ചുകൊണ്ടേയിരുന്നു. സ്ത്രീയും പുരുഷനും സമമാണെന്ന് അവർ പലരും പറഞ്ഞുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് സമൂഹത്തിന്റെ ഏറ്റവും ഒന്നാമത്തെ ഘടകമാകുന്ന കുടുംബം എന്ന് പറയുന്നത് തകർന്ന് തരിപ്പണമായി. നമ്മുടെ കേരളത്തിലുള്ള എല്ലാ കുടുംബ കോടതികളിലും ഈ അടുത്ത കാലത്തൊന്നും അവർ മെനക്കെട്ട് പണിയെടുത്താലും തീരാത്ത അത്ര വിവാഹമോചന അഭ്യർത്ഥനകൾ, അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. കല്യാണം കഴിക്കണത് വിവാഹം മോചിപ്പിക്കാൻ വേണ്ടിയാന്ന് തോന്നിപ്പോ. ആരാണ് ഈ ഒരു ദുരന്തത്തിലേക്ക് സമൂഹത്തെ പിടിച്ചുകൊണ്ടായത്? ആരാണ് ഈ വൃത്തികെട്ട സാഹചര്യം സൃഷ്ടിച്ചെടുത്തത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ആലോചിച്ചു നോക്കുക, ഈ അടുത്ത കാലത്തൊന്നും തീരൂല. അതുകൊണ്ട് കുടുംബ കോടതികൾ നിരവധിയായി സ്ഥാപിക്കണമെന്നാണ് മുറവിളി. നമുക്കറിയാലോ, പണ്ട് KL10 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ നാട്ടിൽ വാഹന രജിസ്ട്രേഷൻ. ഇപ്പോ പലയിടങ്ങളിലായി താലൂക്ക് രജിസ്ട്രേഷൻ കൗണ്ടർ തുടങ്ങി. എന്തിനാ? ആധിക്യം. ഓരോ ജില്ലക്ക് ഒരു കുടുംബ കോടതി എന്നുള്ളത് ഇനി പ്രായോഗികമല്ല. വിവാഹമോചന അപേക്ഷകൾ കെട്ടിക്കടന്നിട്ട് നിരവധിയായ കുടുംബ കോടതികൾ സ്ഥാപിക്കണമെന്ന് മുറവിളി ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഈ സൊസൈറ്റിയുടെ ഒന്നാമത്തെ ഘടകമാണ് കുടുംബം. കുടുംബമില്ലാത്ത ജീവിതം മനുഷ്യനെ സംബന്ധിച്ച് അസാധ്യമാണ്. അவ்விதമാണ് പടച്ച റബ്ബ് മനുഷ്യനെ പടച്ചത്. ഇനി പടച്ചറപ്പ് പടച്ചതൊന്നുമല്ല, പരിണാമം വഴി, എവല്യൂഷൻ വഴി ഏതോ ഒരു മുത്തച്ഛൻ കുരങ്ങിൽ നിന്ന് നമ്മൾ മാറി ഉണ്ടായതാണെന്ന് പറയുന്ന ചില മന്ദബുദ്ധികളുണ്ടല്ലോ. അവരുടെ അഭിപ്രായം നിലവിലുള്ള ഈ ആണും പെണ്ണും എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ്. അള്ളാഹുവിന് അതിലൊന്നും സ്വാധീനമല്ല എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്. ബുദ്ധിയില്ലാത്ത ടീമിനെ തൽക്കാലം നമുക്ക് മാറ്റിവെക്കാം. അള്ളാഹു മനുഷ്യനെ ഈ സംവിധാനിച്ച വിധം എങ്ങനെയാണെന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക.
കുടുംബമില്ലാതെ ഒരിക്കലും മുന്നോട്ട് പോവാൻ പറ്റാത്ത രീതിയാണ് മനുഷ്യന് നൈസർഗികമായുള്ളത്. വിശദീകരിക്കാൻ എനിക്ക് സമയം വേണ്ടി വരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ആലോചിച്ച് നോക്കുക. മനുഷ്യക്കുഞ്ഞ് ജനിച്ച ഉടനെ ഉമ്മ ഉപേക്ഷിക്കുകയാണെങ്കിൽ മരിച്ചു പോകും. ആട്ടുംകുഞ്ഞ് പക്ഷേ ജനിച്ച ഉടനെ ഉമ്മ ഒന്നും ചെയ്യാതിരിക്കുമ്പോഴും മെല്ലെ മെല്ലെ എഴുന്നേറ്റ് പാല് കുടിക്കാൻ അതിന് പറ്റുന്നു. പിറ്റേ ദിവസമാകുമ്പോഴേക്ക് ഓടിക്കളിക്കാൻ കഴിയുന്നു. അന്ന് രാത്രിയാകുമ്പോഴേക്ക് വൈകിട്ടാകുമ്പോഴേക്ക് കുഞ്ഞു കുഞ്ഞു പുല്ലുകൾ തിന്നാൻ അതിന് സാധിക്കുന്നു. എന്തുകൊണ്ടാണിത്? മനുഷ്യക്കുഞ്ഞിന് ജനിച്ച് ഉമ്മ ഉപേക്ഷിക്കുന്നുവെങ്കിൽ അങ്ങനെ കടന്നു മരിക്കാനേ പറ്റൂ. മനുഷ്യരല്ലാത്ത സസ്തനികൾ ജനിക്കുന്നത് 80% അതേ വർഗത്തിലെ പൂർണ്ണ വളർച്ചയെത്തിയ മൃഗത്തിന്റെ ബുദ്ധിയോടുകൂടെയാണ്. മനുഷ്യനോ 1% പോലും ബുദ്ധിവികാസമില്ല. ഏകദേശം അവന്റെ ബുദ്ധിവികാസം പൂർത്തിയാവാൻ 7 വയസ്സിലേക്ക് എത്തണം. അത് മുഴുവനാവാൻ ടീനേജിലേക്ക് എത്തണം, 13ാമത്തെ വയസ്സിലേക്ക്. അതുകൊണ്ടാണ് മനുഷ്യക്കുഞ്ഞ് കടത്തിയെടുത്ത് കിടക്കുന്നത്. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. മെല്ലെ മെല്ലെ അള്ളിപ്പിടിച്ച് വന്ന് പാല് കുടിക്കാൻ അതിന് പറ്റൂല. എത്ര കൗതുകമാണ് കങ്കാരുവിന്റെ കുഞ്ഞിന്റെ കാര്യം. 100 കിലോ വരെ വരും ഒരു കങ്കാരു പൂർണ്ണ വളർച്ച എത്തുമ്പോൾ. പക്ഷെ അതിന്റെ കുഞ്ഞ് പ്രസവിക്കപ്പെടുമ്പോൾ 3 ഗ്രാമാണ് ഉണ്ടാവുക. ഒരു സ്പൂണിൽ കോരിയെടുക്കാൻ പറ്റുന്ന ചെറിയൊരു കുഞ്ഞ്. പൂച്ചയുടെ ഒക്കെ മീശനെ പോലെയുള്ള ചെറിയ ഒരു കൈ ഉണ്ടാകും, ഒരെണ്ണം മാത്രം. ആ സൈഡിൽ മാത്രം ഒരു ഡോട്ട് പോലെ കണ്ണുണ്ടാകും. പ്രസവിക്കപ്പെട്ട ഉടൻ ആ ചെറിയ കുഞ്ഞ് ഒറ്റക്കൈ കൊണ്ട് മെല്ലെ മെല്ലെ അള്ളിപ്പിടിച്ച് തൻ്റെ ഉമ്മക്കങ്കാരുവിൻ്റെ വയറിലുള്ള രോമങ്ങളിൽ പിടിച്ച് പിന്നെ അതിൻ്റെ വളർച്ച പൂർത്തിയാവാനുള്ള ബാഗിൽ വന്നിറങ്ങിയിരിക്കുന്നു. അതിനാ ബോധമുണ്ട് എന്നർത്ഥം. മനുഷ്യക്കുഞ്ഞിന് ഇത്രയൊന്നും സാഹസം ചെയ്യണ്ട. പ്രസവിച്ച ഉടനെ അടുത്ത് കിടക്കണ ഉമ്മാന്റെ അടുത്തേക്ക് മെല്ലെ നീങ്ങി വന്നിട്ട് പാല് കുടിക്കാൻ പറ്റുമോ? ഇല്ല. 2 വർഷം പാല് കൊടുത്ത ഉമ്മ കുട്ടിനെ ഉപേക്ഷിക്കുകയാണെങ്കിലും കുട്ടി മരിച്ചു പോകും. പിടിച്ചു നിൽക്കാൻ അതിന് കഴിയില്ല. വേറെ ഉദാഹരണം ചിന്തിച്ചു നോക്കും നമ്മൾ. ഇന്ന് വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞ് തള്ളക്കോഴിയോടൊപ്പം മുറ്റത്ത് കൊത്തിപ്പറക്കി തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാക്ക പാറിയ നീയലടിയിലെത്തിയാൽ അത് ഓടിപ്പോയി തള്ളക്കോഴിയുടെ ചിറകിൽ അഭയം പ്രാപിക്കും. ഏത് സ്കൂളിൽ നിന്നാണ് അത് പഠിച്ചത്? ഏത് അങ്കണവാടിയിൽ നിന്നാണ് കുട്ടി അത് പഠിച്ചത്? നേരെ മറിച്ച് 2 വയസ്സായൊരു കുഞ്ഞ്, മനുഷ്യക്കുഞ്ഞ് ഞരങ്ങി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാമ്പ് കയറി വരുന്നു. ഇതേ എൻ്റെ ശത്രു എന്ന് കരുതിയിട്ട് രക്ഷപ്പെടാൻ കഴിയുമോ? ഇല്ല. പിടിക്കും, ചിലപ്പോൾ കടിക്കും, ചിലപ്പോൾ ഉമ്മയി കൊടുക്കും. എങ്ങനെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്? പടച്ച റബ്ബ് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ത്വാഹയുടെ 50ാമത്തെ വാക്യത്തിൽ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമും സഹോദരൻ ഹാറൂൻ നബിയും ദീന് പഠിപ്പിക്കാനും അള്ളാഹുവിനെ പഠിപ്പിക്കാനും ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് എത്തുമ്പോൾ ആള് വലിയ ധിക്കാരത്തിലൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. മർ റബ്ബുക്കുമായ മൂസ, നിങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന രക്ഷിതാവ് റബ്ബ് തമ്പുരാൻ ആരാണ്? കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം മനോഹരമായി അതിന് മറുപടി നൽകി. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എല്ലാ ജന്തുവർഗങ്ങളെയും പടച്ച് അവയ്ക്ക് വേണ്ട നിർദ്ദേശം അതത് സമയം നൽകിക്കൊണ്ടിരിക്കുന്നവനാണ് എൻ്റെ റബ്ബ്. ഈ റബ്ബ് നൽകിയതാണ് കോഴിക്കുഞ്ഞിന് കാക്കയുടെ നിഴൽ കാണുമ്പോൾ ഓടാനുള്ള ബോധം. ഈ റബ്ബ് നൽകിയതാണ് മെല്ലെ എഴുന്നേറ്റ് പാല് കുടിക്കണമെന്ന ആട്ടിൻകുഞ്ഞിന്റെ ബോധം. ഈ റബ്ബ് നൽകുന്ന വിജ്ഞാനം, തോന്നൽ, ആ റബ്ബ് നൽകുന്നതായ നിർദ്ദേശം മാനിച്ചാണ് 5500 കിലോമീറ്റർ അപ്പുറത്തുള്ള റഷ്യയിലെ സൈബീരിയയിൽ നിന്ന് കൃത്യമായ ഇടവേളകളിൽ സൈബീരിയൻ കൊക്കുകൾ നമ്മുടെ കടലുണ്ടി തീരത്തേക്ക് വരുന്നത്. ഈ റബ്ബ് നൽകുന്ന ബോധം കൊണ്ടാണ് ആർട്ടിക് ടേണുകൾ, ആർട്ടിക്കിൽ വെയിൽ അവസാനിക്കുമ്പോൾ, വേനൽ അവസാനിക്കുമ്പോൾ 30,000 മൈൽ അപ്പുറത്തുള്ള അന്റാർട്ടിക്കിലേക്ക് മാറിപ്പോകുന്നത്. മനുഷ്യക്കുഞ്ഞിന് പക്ഷേ ഇതൊന്നും സാധ്യമല്ല. അങ്ങനെയാണ് അതിനെ പടച്ചത്. എന്തിനു വേണ്ടി? മനുഷ്യക്കുഞ്ഞിന് നിരന്തരമായി ഒരാളുടെ സപ്പോർട്ട് വേണം. വീഴല്ലേ എന്ന് പറയാൻ, എടുത്തു വെക്കാൻ, പിന്നെ പാമ്പ് വരുന്ന സമയത്ത് പിടിച്ചുകൊണ്ടുപോവാൻ, എന്തിനധികം വിസർജിച്ചത് വാരിത്തിന്നുന്ന സമയത്ത് അത് പാടില്ലെന്ന് പറഞ്ഞ് കയ്യ് പിടിക്കാൻ പോലും. ആട്ടിൻകുഞ്ഞ് അതിന്റെ വിസർജനം തിന്നൂല, പശുക്കുഞ്ഞ് അതിന്റെ വിസർജനം തിന്നൂല. ആട്ടിൻകുഞ്ഞിന്റെയും പശുക്കുഞ്ഞിന്റെയും ബോധമില്ലാത്ത മനുഷ്യക്കുഞ്ഞ് വിസർജിച്ചു കഴിഞ്ഞാൽ വാരി തിന്നാൻ ശ്രമിക്കും. ആ സമയത്ത് ഒന്ന് കൈപിടിക്കാൻ ഒരാൾ വേണം. അതിന് ഏറ്റവും അർഹത, കുഞ്ഞിനെ പഠിപ്പിക്കാനും സംരക്ഷിക്കാനും ഏറ്റവും യോഗ്യത അതിനെ പ്രസവിച്ച ഉമ്മയ്ക്കാണ്.
ഈ ഉമ്മ കുഞ്ഞിനെയും സപ്പോർട്ട് ചെയ്ത് ജീവിക്കുന്ന സമയം അവർക്ക് വേണ്ട ഭക്ഷണം കിട്ടണം, മെഡിസിൻ കിട്ടണം, അവർക്ക് വേണ്ട ജീവിത സംവിധാനങ്ങൾ വേണം. ഇതൊക്കെ എത്തിച്ചു കൊടുക്കാൻ ഒരാൾ നിർബന്ധമായും കൂടെ ഉണ്ടാവണം. അതാണ് ഈ ഉമ്മയുടെ ഭർത്താവ്, ഈ കുഞ്ഞിൻ്റെ പിതാവ്. ഇവർ മൂന്നും ചേർന്നാലാണ് കുടുംബം. ഇതാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യന്റെ സൃഷ്ടിപ്പ് പോലും കുടുംബപരമായി ജീവിക്കാനുള്ളതാണ്. അല്ലാതെ മനുഷ്യന്റെ ജീവിതം സാധ്യമല്ല. ഏതെങ്കിലും ഒരുത്തം വന്നാൽ പോരെ, എന്തിനാ കല്യാണം, എന്തിനാ കുടുംബം എന്നൊക്കെ ചോദിക്കും. ആത്മാർത്ഥത പറ്റക്കുറയും, ഏത് നിമിഷവും ഇറങ്ങിപ്പോകും. കുടുംബഭാരം മൊത്തം സ്ത്രീയുടെ തലയിൽ വന്നുപെടും. നമ്മുടെ സ്ത്രീകളോട് പറഞ്ഞു പറ്റിച്ചു, നിങ്ങൾ കൂടെ ജോലി ചെയ്യണം, നിങ്ങൾക്ക് കൂടെ പണം ഉണ്ടാവണം, സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റിയിട്ടേ കല്യാണം കഴിക്കാവൂ, പറഞ്ഞു പറ്റിച്ചു. നമ്മുടെ സ്ത്രീജനങ്ങൾ, പ്രത്യേകിച്ച് യുവതികൾ, കുറെ എണ്ണം ഇതിൽ കൊത്തിപ്പിടിച്ച് കയറുകയും ചെയ്തു. ജോലി ചെയ്യാൻ പറ്റുമല്ലേ, അത് മറ്റൊരു കാര്യമാണ്. ജോലി ചെയ്യാൻ പറ്റുമല്ലേ, അത് മറ്റൊരു കാര്യമാണ്. ആവശ്യാനുസരണം അതിന് പോകാൻ പറ്റുന്നതിനും അതൊന്നും വിലക്കണമൊന്നുമില്ല. ആവശ്യാനുസരണം. നേരെ മറിച്ച് ജോലി കിട്ടിയേ പറ്റി, കല്യാണം കഴിക്കുന്നതിൻ്റെ മുമ്പ് സ്വയം സമ്പത്തുണ്ടായേ തീരൂ എന്ന് വാശി പിടിക്കുന്നത് കല്യാണത്തിനല്ല, തല്ലൂടാനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് കുടുംബ കോടതികൾ വീണ്ടും വീണ്ടും വേണമെന്ന് പറയുന്നത്. എനിക്കും വേണം സമ്പത്ത്, എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം എന്ന് വെച്ചാൽ ഭർത്താവ് എന്ന് പറയുന്നയാൾ എൻ്റെ ഒരു ഹെൽപ്പറായി മാറണം. ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. അതെങ്കിൽ ആളുടെ ജീവിതം, ഞാൻ എൻ്റെ ജീവിതം. ഏറ്റവും സന്തോഷത്തോടുകൂടെ നിലകൊള്ളേണ്ട മണിയറയിലേക്ക് പോലും രണ്ടാളും ഫോണിൽ ചാറ്റ് ചെയ്തുകൊണ്ടാണ്. എന്നിട്ട് വഴുതന് കാളം കെട്ടിയമാര് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കും. കുടുംബബന്ധം തകരും. പിന്നെയും പിന്നെയും കോടതികൾ വേണ്ടിവരും. മനുഷ്യനെന്ന രീതിയിലുള്ള നൈസർഗികമായ ബോധങ്ങളിൽ നിന്നും ശൈലിയിൽ നിന്നും മാറ്റി ആത്മീയതയെ പറ്റേ നിരോധിച്ച് അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ബന്ധം ഇല്ലാതെയാക്കി തെറിച്ച് ജീവിക്കൂ എന്നും പറഞ്ഞ് പലരും പ്രവർത്തിച്ചതിന്റെ ഫലമാണിതൊക്കെ. ഫെമിനിസ്റ്റ് ഉണ്ടായിരുന്നു കുറെ മുന്നേ. ഇപ്പൊ അങ്ങനെ വ്യവസ്ഥാപിതമായി അവർ നിലനിൽക്കുന്നില്ല. പക്ഷെ എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെ അവർ പ്രവർത്തിക്കുന്നു. ഫെമിനിസ്റ്റുകൾ സ്ത്രീകളെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. അത്രത്തോളം ശരിയാണ്, അങ്ങനെ പ്രയാസം ഉണ്ടായില്ല. പക്ഷെ സ്ത്രീയുടെ പ്രയാസം തീരാൻ പുരുഷനെ ശത്രുവായി കാണണമെന്നവർ ഒന്നാമത്തെ നിബന്ധന വെച്ചെടുത്തവർക്ക് പാളിച്ച വന്നു. പുരുഷനെ ശത്രുവായി കാണണം. നമ്മുടെ നാട്ടിൽ പോലും പെൺകുഞ്ഞുങ്ങൾക്ക് കല്യാണം വേണ്ട എന്നൊരു ട്രെൻഡ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ടോ സ്വന്തമായി ജീവിക്കുക, അതന്നെ. അപ്പൊ അവരുടെ ലൈംഗികമായ ആവശ്യങ്ങളോ, അതിന് ടൂൾസും ടോയ്സും ഒക്കെ ലഭ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അതൊന്നും പ്രകൃതിപരമായി മനുഷ്യന് യോജിക്കുന്നതല്ല. അതിൻ്റെ മതവശം അവിടെ മാറ്റി നിർത്തണം. അതല്ലെങ്കിൽ പിന്നെന്ത് വേണം? ലിവിങ് ടുഗദർ എന്നൊക്കെ ഓമന പേരിട്ട് ഏതെങ്കിലും ഒരുത്തിനോടൊപ്പം കുറച്ചു കാലം ജീവിക്കുക. അത് വേണ്ടെന്ന് തോന്നുമ്പോൾ മറ്റൊരുത്തനെ പിടിക്കുക, ഇയാൾ വേറൊരുത്തിയെ പിടിക്കുക. നമ്മുടെ കേരളത്തിൽ 10,000 ആളുകൾ ഉണ്ടെന്ന് പോലീസ് പറഞ്ഞ ഭാര്യമാരെ വെച്ചുമാറുന്ന സംഘത്തെ പോലീസ് 2-3 ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ നേതാക്കളെ ഭാര്യമാരെ വെച്ചുമാറുക. നമ്മുടെ കേരളത്തിന്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഡേറ്റ് തീരുമാനിച്ച് ഒരാഴ്ചയോ 2 ആഴ്ചയോ 2 മാസമൊക്കെ ഭാര്യമാരെ പരസ്പരം മാറുക. ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത് എന്ന് മുത്തശ്ശി പത്രങ്ങൾ പരസ്യം കൊടുക്കുക. എന്നിട്ടോ പോലീസ് വലിയ കൊട്ടും കുരവയുമായി വന്നു. ആ സീസണിൽ പത്രങ്ങളിലൊക്കെ മെയിൻ ഹെഡിങ് അതായി തീർന്നു. പക്ഷെ അത് പിന്നെ അങ്ങനെ അങ്ങോട്ട് മഞ്ഞുപോലെയായി തീർന്നില്ലാണ്ടായി. എന്തായിരുന്നു പ്രശ്നം? അപ്പോഴേക്ക് നമ്മുടെ ഭരണഘടനയിൽ IPC 377 എന്ന് പറയുന്ന വ്യഭിചാരം നിരോധിക്കുന്ന, ആണും ആണും തമ്മിലുള്ള സെക്സ് നിരോധിക്കുന്ന, പെണ്ണും പെണ്ണും തമ്മിലുള്ള വ്യഭിചാരം നിരോധിക്കുന്ന വകുപ്പ് മാറ്റി കളഞ്ഞിരുന്നു. ഇനി ആർക്കും അവരിഷ്ടപ്പെട്ടതുപോലെ ജീവിക്കാം. ഒരു സാധു മനുഷ്യൻ അധ്വാനിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഭാര്യയോടൊപ്പം വേറൊരുത്തൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കാണുകയാണെങ്കിൽ ഒന്നെങ്കിൽ ക്ഷമയോടുകൂടെ അദ്ദേഹത്തിന് കാത്തിരിക്കാം, അല്ലെങ്കിൽ ഇറങ്ങിപ്പോയിട്ട് ഒരു ചായ നെയ്യപ്പൊക്കെ തിന്നിട്ട് വരാം. ഇതിനെ എതിർക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. ആ നിയമമാണ് ഇന്ന് നിലവിലുള്ളത്.
ആരെല്ലാം ചേർന്ന് ഈ മനുഷ്യനെ തലകുത്താൻ നിർത്താൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. തഖ്വയിലേക്ക് മടങ്ങലാണ് രക്ഷയുള്ളത്. ഈ പ്രഭാഷണം പൂർത്തിയാക്കുമെന്ന് ഞാൻ ഉറപ്പിക്കാൻ പാടില്ല. ഇതെല്ലാം കഴിഞ്ഞ് തങ്ങൾ പാപ്പാന്റെ ദുആ ചെയ്ത് വീട്ടിലേക്ക് എത്തുമെന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ ആരും ഉറപ്പിക്കരുത്. എത്ര ആളുകളുണ്ട് പ്രഭാഷണ സമയത്ത് മരണപ്പെട്ടവർ. സുജൂദിൽ മരണപ്പെട്ട ഇമാമുമാരെ കുറിച്ച് കിതാബുണ്ട്. ഷില്ലോങ്ങിലേക്ക് ഒരു പ്രഭാഷണത്തിന് വന്നതായിരുന്നു JPJ അബ്ദുൽ കലാം, നമ്മുടെ മുൻ രാഷ്ട്രപതി, ദി മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. അദ്ദേഹത്തിനൊക്കെ എത്ര ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. എയിംസ് പോലെയുള്ള വലിയ വലിയ ആശുപത്രിയിലെ പ്രധാനപ്പെട്ട ഡോക്ടർമാർ കൃത്യമായ ഇടവേളകളിൽ അദ്ദേഹത്തെ പരിശോധിച്ചു കൊണ്ടേയിരിക്കും. കാരണം അദ്ദേഹത്തെ ഈ രാഷ്ട്രത്തിന് ആവശ്യമുണ്ടായിരുന്നു. അദ്ദേഹം പ്രസംഗം തുടങ്ങിയേ ഉള്ളൂ, വിദ്യാർത്ഥികളോടുള്ള ഒരു പ്രഭാഷണം. തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണിങ്ങനെ മിഴിഞ്ഞുപോയി. അംഗരക്ഷകർ വന്ന് താങ്ങിയെടുത്ത് കട്ടിലിരുത്തിയപ്പോഴേക്കും ആള് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് മനുഷ്യൻ. അപ്പാനെ മാനിക്കൂല. ഈ തന്തയും തള്ളയും ഞാൻ അറിയൂല, ഞാൻ എൻ്റെ ഏട്ടനോടൊപ്പം പോകുകയാണ് എന്ന് കോടതിയിൽ ധിക്കാരം പറയാൻ പെൺകുട്ടിക്ക് സാധിക്കും. പക്ഷെ കോടതിയുടെ കാലെടുത്ത് വെക്കുമ്പോഴേക്ക് ചിലപ്പോൾ അവളുടെ എല്ലാ നകളിപ്പും അവസാനിച്ചെന്നു വരും. സ്വർഗം നിർമ്മിച്ച കാറൂൻ സ്വർഗത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി എല്ലാവിധ തയ്യാറെടുപ്പും നടത്തി ലഭ്യമായ എല്ലാ ആഘോഷ പരിപാടികളും സംഘടിപ്പിച്ച് അന്ന് മൂസാ നബിയുടെ തൗറാത്തിലുള്ളത് പ്രകാരം, തൗറാത്തിൽ പറയുന്നത് പ്രകാരമുള്ള സംവിധാനങ്ങളെല്ലാം വെച്ച് സ്വർഗം നിർമ്മിച്ചിട്ട് പാലൊഴുകുന്ന നദികളും തേനൊഴുകുന്ന അരുവികളും സൃഷ്ടിച്ചിട്ട് അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി കാലെടുത്ത് വെക്കുമ്പോഴാണ് അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പിടിച്ചുകൊണ്ടോരാൻ അള്ളാഹു പറയണത്. ആ പൊക്കിയ കാലേ സംഭവിച്ചുള്ളൂ, മറ്റൊന്നും എടുത്തു വെക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിനെ വെല്ലുവിളിച്ച് സൃഷ്ടിച്ച ആ സ്വർഗത്തിന്റെ അകമൊന്ന് കാണാൻ അയാൾക്ക് സാധിച്ചില്ല. ഇതാണ് മനുഷ്യൻ. ഇത് നമ്മൾ മറന്നുപോകരുത്. നമ്മളെല്ലാവരും ഒരു യാത്രയിലാണ്. ആ യാത്ര മനോഹരമായി തീരാനുള്ള അധ്വാനം നമുക്ക് സാധ്യമാകുന്നുണ്ടോ? അവനാണ് ബുദ്ധിമാൻ. ടൈറ്റാനിക് കപ്പൽ ദുരന്തത്തെ കുറിച്ച് വായിച്ചവരും കേട്ടവരുമായിരിക്കും എൻ്റെ മുമ്പിലുള്ള പുതുതലമുറ. എല്ലാ സംവിധാനങ്ങളുമുള്ള ആദ്യത്തെ കപ്പൽ, 2 എഞ്ചിനുകൾ, ഒന്ന് പ്രവർത്തനം വെച്ചാൽ മറ്റൊന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കും. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും, ആഡംബര നൗക, അതിസമ്പന്നന്മാരാകുന്ന 150 ആളുകൾ അതിൽ കന്നി യാത്രക്കൊരുങ്ങുന്നു, ആഡംബര യാത്രക്കൊരുങ്ങുന്നു. അതിൻ്റെ മുന്നോടിയായി കപ്പിത്താനും കപ്പൽ ജീവനക്കാരും ഒരു പത്രസമ്മേളനം നടത്തി. ഈ കപ്പലിൻ്റെ സൗകര്യങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും എഞ്ചിനിൻ്റെ കപ്പാസിറ്റിയൊക്കെ വിശദീകരിച്ച് കപ്പിത്താൻ കാട് കയറിയപ്പോൾ ഈ കപ്പലിന് എന്തെങ്കിലും സംഭവിക്കാൻ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും സാധ്യമല്ലെന്ന് അയാൾ പത്രക്കാരോട് പറഞ്ഞു. കന്യയാത്ര ആരംഭിച്ചു. ഇത്തിരി അങ്ങോട്ട് പോയപ്പോഴേക്ക് ഒരു മഞ്ഞുകട്ടയിൽ ഇടിച്ച് മുങ്ങിപ്പോവാനായിരുന്നു ടൈറ്റാനിക്കിന്റെ യോഗം. അന്ന് 200ഓളം ആളുകൾ മരണപ്പെട്ടു. അന്ന് മുങ്ങിപ്പോയ ടൈറ്റാനിക് ഒന്ന് പൊക്കിക്കൊണ്ടുവരാൻ ആധുനികമായ എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ടും ഇന്ന് പോലും നമുക്ക് സാധിച്ചിട്ടില്ല. ഈ ദുർബലതയുടെ പേര് കൂടെയാണ് മനുഷ്യൻ. അഹങ്കാരത്തിന്റെയും നകളിപ്പിന്റെയും ഒക്കെ രീതി നമുക്ക് പറ്റും. വിനയം തീരെയില്ലാതെ ഞങ്ങൾ അങ്ങനാക്കും എന്നൊക്കെ വരുന്നു. നൂറുകണക്കിന് ആയിരക്കണക്കിന് പെൺകുട്ടികൾ പ്രണയത്തിൽ അകപ്പെട്ട് മരണപ്പെട്ടതും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടതും 25,000-ലധികം ഔദ്യോഗിക വേശ്യകൾ വേശ്യത്തൊഴിലെടുക്കുന്ന, അത് പറയാൻ പറ്റൂല, ഡെക്കറേഷൻ ചെയ്തിട്ട് കുറച്ചുകൂടെ ഉഷാറ് പറയണം, അവർ സെക്സ് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചിമ ബംഗാളിലെ സോണാഗച്ചി തെരുവിൽ പോയി പല പ്രണയക്കുട്ടികളും അകപ്പെട്ടിട്ടും രക്ഷപ്പെടാത്ത വിധം ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരായിട്ടും പല റെയിൽവേ സ്റ്റേഷനുകളിലും പ്രണയിച്ചു കൊണ്ടുപോയ പെൺകുട്ടികൾ അബദ്ധങ്ങളായി മാറിയ അനുഭവം ഉണ്ടായിട്ടും സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന പ്രസിദ്ധീകരണങ്ങൾ വനിതയെപ്പോലെ ഈ പ്രണയത്തിൽ വരുന്ന അനർത്ഥങ്ങളും പെൺകുട്ടികൾക്കുണ്ടാകുന്ന മരണങ്ങളും അവർക്ക് ഇതുവരെ ഉണ്ടായ പീഡനങ്ങളും വിസ്തരിച്ചെഴുതിയിട്ടും എൻ്റെ ചേട്ടൻ അതൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് ഉമ്മനെയും ഉപ്പയും അനുജന്മാരെയും അനുജത്തിമാരെയും ഉപേക്ഷിച്ച് നട്ടപ്പാതിരിക്ക് വാതിലടക്കാതെ പുറത്തിറങ്ങിപ്പോകുന്ന പെൺകുട്ടികൾ അറിയണം, ആ യാത്ര എത്ര പോകുമെന്ന് പോലും ഉറപ്പിക്കാൻ നമുക്ക് പറ്റില്ല. ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും ഇതിനൊന്നും പറ്റൂല എന്ന് പറഞ്ഞയാളാണ് ടൈറ്റാനിക്കിന്റെ കപ്പിത്താൻ.
അവസാനം സംഭവിച്ചതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സമ്പത്ത് വരുമ്പോൾ, സൗന്ദര്യം ഉണ്ടാകുമ്പോൾ, ഭൗതികമായ സൗകര്യങ്ങൾ വരുമ്പോൾ എല്ലാത്തിനും ഞങ്ങൾ മതി, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും തീരുമാനം എവിടെയെന്ന് വിചാരിക്കുന്നവർ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ലോകത്തിനപ്പുറം മഹത്തായ ഒരു ജീവിതവും ലോകവും ഉണ്ടെന്ന ബോധം നമ്മിൽ നിന്ന് എടുത്തു പോകരുത്. പരിശുദ്ധ ഖുർആനിൽ 1/3 ഭാഗവും അതേക്കുറിച്ചാണ് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ 1/3 ഭാഗവും മരണത്തെക്കുറിച്ചും അനന്തര ജീവിതത്തെക്കുറിച്ചുമാണ് പറയുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ ആദ്യഘട്ടങ്ങളിൽ അവതീർണമായ അധ്യായങ്ങളിലൊന്നും നോമ്പിനെ കുറിച്ച് പരാമർശമില്ല, ഇബാദത്തുകളെ കുറിച്ച് വല്ലാതെ പറയുന്നില്ല. നേരെ മറിച്ച് ആഖിറത്തിനെ കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ ഒരു ബോധവും വിശ്വാസവും ഉള്ളിൽ കയറുമ്പോഴേ മനുഷ്യൻ സംസ്കൃതനാവൂ. പോലീസ് പിടിക്കും കരുതിയിട്ട് തെറ്റ് ചെയ്യാതിരിക്കുന്നതിന് പരിധികളുണ്ട്. CCTVയിൽ പെടുമെന്ന് കരുതിയിട്ട് അക്രമം ചെയ്യാത്തതിന് പരിധികളുണ്ട്. നേരെ മറിച്ച് റബ്ബ് തആല എപ്പോഴും കാണുന്നു എന്ന ബോധം, യഅലമു ഖായിനത്തൽ അയുൻ വമാ തുഖ്ഫിസ് സുദൂർ, ഹൃദയാന്തരങ്ങളുടെ മർമ്മരം മുതൽ നയനങ്ങളുടെ സ്വകാര്യ ദർശനം വരെ അറിയുന്ന റബ്ബുണ്ടെന്ന ബോധം മനുഷ്യനെ എപ്പോഴും ധർമ്മനിഷ്ഠനാക്കും, സത്യസന്ധനാക്കും. അങ്ങനെയാണ് നമ്മുടെ ജില്ലയിൽ മരം വെട്ടുന്ന സമയത്ത് കാക്കയുടെ വിസർജ്യത്തിൽ നിന്ന് 2 പവനുള്ള വള കിട്ടിയ പാവപ്പെട്ട മരം വെട്ടുകാരനാകുന്ന മുസ്ലിം ചെറുപ്പക്കാരൻ ആ വളയുമായി നാടുനീളം നടന്നത്. അദ്ദേഹത്തിന് ഒറ്റ സംശയം ഉണ്ടായിരുന്നുള്ളൂ, അത് സ്വർണ്ണാണോ ഇല്ലേന്ന്. കഴുകി വൃത്തിയാക്കി അദ്ദേഹം മരം വെട്ട് നിർത്തിയിട്ട് ജ്വല്ലറിയിൽ പോയി സ്വർണ്ണമാണെന്ന് ഉറപ്പുവരുത്തി. ഇതിന് അർഹനായ ആൾക്ക് അത് എത്തിക്കണമെന്ന് കരുതിയിട്ട് അദ്ദേഹം ക്ലബിൽ പോയി, അവിടെയുള്ള പൊതു വായനശാലയിൽ പോയി. എല്ലാവരെയും സാക്ഷി നിർത്തി അതിൻ്റെ സെക്രട്ടറിയെ അത് ഏൽപ്പിച്ചു. 2 ആഴ്ചയോളം അധ്വാനിച്ചിട്ട് 2 വർഷം മുന്നേ പാത്രം കഴുകുന്ന സമയത്ത് അഴുക്കാവരുത് എന്ന് കരുതി സ്നേഹപൂർവ്വം ഒരു സഹോദരി ഊരിവെച്ച ആ വള കാക്ക കൊത്തിക്കൊണ്ടുപോയതും ആ സഹോദരി പിറകെ ഓടിയിട്ട് വീണ് കയ്യും കാലും മുറിഞ്ഞു പോയതും ഒക്കെ അവർക്ക് കണ്ടെത്താനായി. ആ ഒരു വസ്തു നശിച്ചു എന്ന് കരുതിയിരിക്കുമ്പോൾ ആ സഹോദരിക്ക് ആ വള കിട്ടുന്നു. എന്തുകൊണ്ട്? ആ പാവപ്പെട്ട മരം വെട്ടുകാരൻ ആരാരുമില്ലാത്ത ആ സന്ദർഭത്തിൽ കാട്ടിൽ മരം വെട്ടിക്കൊണ്ടിരിക്കണടുത്ത് CCTV ഇല്ലെന്നറിയാം, പോലീസ് ഇല്ലെന്നറിയാം, ഹെൽപ്പറായിട്ട് കൂടെയുള്ളത് സ്വന്തം ഭാര്യയാണ്, അന്യപുരുഷനല്ല, അന്യനായൊരു മനുഷ്യനുമല്ല. 2 പേർക്ക് കൂടെ പ്ലാൻ ചെയ്ത് 2 ലക്ഷം രൂപയോളം വില വരുന്ന വള എന്തുകൊണ്ട് സ്വന്തമാക്കാൻ കഴിയാതെ വന്നു? ഇതൊരു CCTV കൊണ്ടും കഴിയില്ല, ഇതൊരു ഭരണഘടന കൊണ്ടും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ നിലമ്പൂരുകാരനാകുന്ന ഒരു ഓട്ടോ ഡ്രൈവർ, അയാൾ വീട്ടിൻ്റെ മുറ്റത്ത് ഓട്ടോ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു ആഭരണം കിട്ടി, ഒരു കുഞ്ഞു ആഭരണം. 4 വർഷമാണ് ആ മനുഷ്യൻ ഓട്ടോയിൽ പരസ്യം ചെയ്ത്, ആളുകൾ കൂടുന്നിടത്തെല്ലാം പരസ്യം ചെയ്ത്, പള്ളിയിലും ക്ലബിലും അങ്ങാടിയിലും ചന്തയിലും പരസ്യം ചെയ്ത് നിധി കാക്കുന്ന ഭൂതം പോലെ ആ ചെറിയ ആഭരണം കാത്തു നടന്നത്. അദ്ദേഹത്തിന് അടവടക്കാനുണ്ട്. കഷ്ടിച്ച് ജീവിച്ചു പോവുകയാണ് ഓട്ടോറിക്ഷ ഡ്രൈവർ. അരപ്പവൻ വരുന്ന ആ ഒരു കുഞ്ഞു ആഭരണം 4 വർഷം കാത്തു സൂക്ഷിക്കാൻ ആ ചെറുപ്പക്കാരനുണ്ടായ പ്രചോദനം എന്താണ്? മരണമെന്ന ബോധം, ആഖിറത്തിലേക്ക് പോവാനുണ്ടെന്ന വിചാരം. അവിടെ എത്തുമ്പോൾ എല്ലാ നന്മയ്ക്കും പ്രതിഫലം ലഭിക്കുന്നത് പോലെ തിന്മയ്ക്ക് കൃത്യമായ ശിക്ഷ ലഭിക്കുമെന്ന വിചാരം. ഈ ഒരു ബോധത്തിലേക്ക് മനുഷ്യനെ നയിക്കാനാണ് ഖുർആൻ അവതരിക്കുന്നത്, പ്രവാചകന്മാർ നിരന്തരമായി വന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ 1/3 ഭാഗം മുഴുവൻ ഈ ആഖിറത്തിനെ കുറിച്ച് പറയുന്നത്. ഖുർആനിലെ ഏറ്റവും അവസാനത്തെ വചനം പോലും സൂറത്തുൽ ബഖറയുടെ 251 ഈ യാത്രയെ കുറിച്ച് പറയാനുള്ളതാണ്. മറന്നു പോകരുത് നമ്മൾ. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. അത് ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം. മൊബൈൽ മാറ്റി വെക്കണം എന്നർത്ഥം. പരിശുദ്ധ റമദാൻ വരാനിരിക്കുന്നു. കഴിഞ്ഞ റമദാനിൽ ഖത്തം എടുത്തു വെച്ചിട്ട് ഒരു ഖത്തം തീർത്ത് എത്ര പേര് സദസ്സിലുണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിച്ച് ചിലപ്പോൾ മാനം കിട്ടുപോകും. കഴിഞ്ഞ റമദാനിലെ ഖത്തോതി കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര ഖത്തം തീർത്തു എന്ന് പറഞ്ഞാൽ ഉമ്മമാർ, സഹോദരിമാർ മനസ്സിലൊന്ന് ആ ചോദ്യം കൊണ്ടുവരും. റമദാൻ വരാൻ പോകുന്നു, അതിനുശേഷം നമ്മൾ എത്ര ഖത്തം തീർത്തു എന്ന് ഉമ്മമാരും സഹോദരിമാരും ഒന്ന് ഉറക്കെ ചിന്തിക്കുക. ആഖിറത്തിനെ കുറിച്ച് ബോധമുള്ള വലിയ വലിയ മഹാന്മാരും മഹദികളും കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. നഫീസത്തുൽ മിസ്രിയ്യ റളിയല്ലാഹു അൻഹാ സ്വന്തം ഖബർ കുഴിപ്പിച്ച് അതിലിറങ്ങിയിരുന്ന് 300 ഖത്മാണ് ഓതി തീർത്തത്. ദുനിയാവിൽ നിന്ന് ആഖിറത്തിലേക്ക് പോകാനുള്ള 1ാമത്തെ കവാടത്തിൽ ഇറങ്ങി.
ഹൃദയം വിങ്ങിക്കൊണ്ട് ഖത്തം തീർക്കുക. പടച്ചോനെ ഇവിടെ വരാനുണ്ടെന്ന ആ വിങ്ങലിൽ ആത്മാർത്ഥതയുടെ ഉന്നതിയിൽ വെച്ച് ഖത്തം തീർത്തുകൊണ്ടിരിക്കുക. നമ്മുടെ പൂർവികരാകുന്ന മഹാന്മാർ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ തിബിയാൻ ഫീ ആദാബി ഹമലത്തുൽ ഖുർആൻ എന്ന് പറയുന്ന ചെറിയ ഗ്രന്ഥത്തിൽ ഡെയിലി 4-5 ഖത്തം തീർത്ത പൂർവികരെ പരിചയപ്പെടുത്തുന്നുണ്ട്. മറന്നു പോകരുത്. ഒരു കൊല്ലായിട്ട് ഇതുവരെ ഒരു ഖത്തം തീർക്കാൻ പറ്റാത്ത നമ്മളാരും മറന്നു പോകരുത്. ഡെയിലി 4-5 ഖത്തം തീർത്തവരെ പരിചയപ്പെടുത്തുന്നുണ്ട്. സങ്കല്പ ലോകത്തല്ല, യാഥാർത്ഥ ലോകത്ത്. മോദി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഒരു കാമ്മയെ നിന്നിട്ട് ഒരു ഖത്തം തീർത്തവർ എന്തേ ഒരു കലാപരിപാടി നടത്തി. സർക്കസാണ്. ഒരു കാലം നിന്നിട്ട് ഖത്തം തീർക്കൽ അല്ല. ഇരുന്നോ 2 കാലിൽ നിന്നോക്കാവുമ്പോ ഉറങ്ങിപ്പോകും എന്നുള്ള ഭയം കൊണ്ട് ഒരു കാലിൽ നിന്നു ഖത്തം തീർക്കാൻ. വീണു പോവാതിരിക്കാൻ വേണ്ടി തന്റെ കൈ ചുമരിൽ ബാലൻസ് ചെയ്തു. അതിന്റെ തൊട്ട് താഴെ ആണി അടിച്ചു വെച്ചു. അറിയണം നമ്മളാ കഥ. ഉറങ്ങാണേൽ കായ് ഉതിർന്നു പോകും, താഴേക്ക് വരും, അപ്പൊ ആണിയിൽ കൊള്ളും. അല്ലാതെ ഒരു കലാപരിപാടി നടത്താൻ വേണ്ടിയിട്ടൊന്നും അല്ല ഒരു കാം എന്നിട്ട് ഖത്തം തീർത്തത്. ഉറക്കു വരാതിരിക്കാൻ. മനുഷ്യനെന്ന രീതിയിൽ ഉറക്കും ക്ഷീണവും വിശപ്പും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു ഷെയ്ഖ് ജീലാനി തങ്ങൾക്ക്. നല്ല വിജ്ഞാനം നേടി ഷെയ്ഖായപ്പോ ആത്മായതയുടെ ഉന്നതിയിലേക്ക് കയറാൻ പറ്റി. നിരന്തരമായ ഇബാദത്തും സാധനയും കൊണ്ട് തന്റെ ജീവിതത്തെ ധന്യമാക്കാൻ മഹാനുഭാവന് സാധിച്ചു. ഇത് ചെറിയ സംഗതിയാണോ? ഇത് ചെറിയ സംഗതി അല്ലെന്ന് നമ്മൾ ഉൾക്കൊള്ളണം. 10-27 വർഷമാണ് പഠിക്കാൻ നടന്നത്. നിരന്തരമായ അധ്വാനം, ഗംഭീരമായ പഠനം, മുജിത്തഹിദുകളുടെ ലെവലിലേക്ക് എത്തിച്ചേർന്ന വിജ്ഞാനം നേടി. പിന്നെ 20 വർഷം അത് പ്രയോഗിച്ച്, 20 വർഷത്തിലേറെ അത് പ്രയോഗിച്ച് ബഗ്ദാദിന്റെ പ്രാന്തങ്ങളിലൂടെ നടന്നു. ഷെയ്ഖ് ജീലാനി പറയുന്നുണ്ട്, അന്ന് ആരും എന്നെ കണ്ടില്ലേ, ഞാൻ ആരെയും കാണാൻ മെനക്കെട്ടതുമില്ല, ആരാധന കൊണ്ട് ധന്യമായ ജീവിതം. ഇങ്ങനെ ഊർജം നേടിയിട്ടാണ് ദഅവത്തിലേക്ക് തന്റെ 50-ാം വയസ്സിൽ കടന്നു വരുന്നത്. പിന്നീട് അതൊരു 1.5 പ്രബോധന പ്രവർത്തനങ്ങളായിരുന്നു. ചെറിയ സദസ്സിൽ 10,000 ആളുകൾ ഉണ്ടാവും. 70,000-80,000 ആളുകളാണ് സാധാരണഗതിയിൽ സദസ്സിൽ വരുന്നത്. സദസ്സ് പിരിയുമ്പോഴേക്ക് കുറെ ആളും മരിച്ചിട്ടുണ്ടാവും. ഈമാനിന്റെ വിചാരം കൊണ്ട്, ആഖിറത്തിനെ കുറിച്ചുള്ള കിടുക്കുന്ന ഓർമ്മകൾ കൊണ്ട് മരിച്ചുപോയത്. മുഹാലിസപ്പെട്ടവർ കുറെ ഉണ്ടാവും. തൗബ ചെയ്യാൻ വേണ്ടി പൊട്ടിക്കരഞ്ഞൊരു സദസ്സിൽ വലിയൊരു സംഘം കൂടി നിൽപ്പുണ്ടാവും. കുറെ അമുസ്ലിങ്ങൾ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വരി നിൽക്കുന്നുണ്ടാവും. വിജ്ഞാനം കൊണ്ട് തന്റെ കർമ്മത്തെ ചമൽക്കരിച്ചതിന്റെ ഫലാണ്. വിജ്ഞാനമല്ലാതെ അഹന്തിയും അഹങ്കാരം കൊണ്ട് മാത്രം നടക്കുക കുറെ ഷെയ്ഖുമാർ നമ്മുടെ കേരളത്തിലൂടെ നടക്കാൻ വയ്യപ്പോ ഖുതുബുൽ ആലമീങ്ങളെ തട്ടിത്തടഞ്ഞിട്ട്, മുദബ്ബിറുൽ ആലമീങ്ങളെ തട്ടിത്തടഞ്ഞിട്ട്, ഓരോ ഗ്രൂപ്പിനും സ്പെഷ്യൽ ഖുതുബുൽ ആലം, സാഹിബുൽ വഖത്ത്. എന്നിട്ടോ ഇവരെല്ലാരും കൂടെ ഒന്നിച്ച് നിയന്ത്രിച്ചിട്ട് ഞങ്ങളൊന്നും പറയില്ല, ഞങ്ങളോട് സാഹിബുൽ ഔഖാത്ത് പറയാതെ എന്നൊക്കെ പറഞ്ഞ് തൊള്ളട്ട് വഴല് പറഞ്ഞിട്ടും വാ തുറന്നാൽ ഗീബത്ത്, നമീമത്ത്, പരിഹാസം, അഹങ്കാരം, വലിയ വലിയ ഉസ്താദുമാരെ തേജോവധം ചെയ്യൽ, പ്രശ്നങ്ങൾ ഉണ്ടാക്കൽ. ഇതല്ലായിരുന്നു ഷെയ്ഖുമാർ. എത്രമേൽ അവർ ഉന്നതി പ്രാപിച്ചോ അത്രയ്ക്ക് അവരിൽ വിനയം കൂടിക്കൂടി വന്നു. ഷെയ്ഖ് റിഫായി തങ്ങളെ കുറിച്ച് നമ്മൾ പറയാതെ വയ്യ. അത്തിബ് നടക്കാൻ പോവാണ്. ഷെയ്ഖ് റിഫായി തങ്ങൾ ഷാഫി ഫിഖിൽ കിതാബുണ്ടാക്കിയ മഹാനാണ്, വലിയ ആലിമാണ്. 100,000-ൽ പരം ശിഷ്യന്മാരുണ്ട് മഹാനുഭാവന്. ഇത്രയൊക്കെ ആയാലും വിനയത്തിന്റെ മൂർത്തി മദ്ഭാവം. അവിടുന്ന് കോടാലി എടുത്ത് കാട്ടിലേക്ക് പോകും, വറകു ശേഖരിക്കും, അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കും, അതിന്റെ കാശ് പാവപ്പെട്ടവർക്ക് സംഭാവന ചെയ്യും, ആവശ്യമുള്ള അനാഥകൾക്ക് ധാരാളമായി നൽകും, ആവശ്യമുള്ള വിധവകൾക്ക് സാധന സാമഗ്രികൾ എത്തിക്കും, വിറക് കൊണ്ടുപോയിട്ട് കൊടുക്കും. നാട്ടിൽ എവിടെ രോഗിയുണ്ട് എന്ന് അറിഞ്ഞാലും അവിടെ പോയി ചികിത്സിക്കും. അന്ന് കുഷ്ഠരോഗം വലിയ ഭീഷണിയുള്ള കാലാണ്. അന്ന് മാന്യമായി ഇതിനൊന്ന് ക്ലീൻ ചെയ്യാൻ പോലും ഡിറ്റർജന്റ് സാധനങ്ങളൊന്നുമില്ല. പഴുത്ത് വ്രണമായി സ്രവവും ചെലവും ബ്ലഡും ഒഴുകിക്കൊണ്ടിരിക്കും, സ്മെല്ലടിക്കും. കുടുംബം പോലും എവിടെയെങ്കിലും ഒക്കെ ഒരു ചെറിയ കുടില് കിട്ടിയിട്ട് അവിടെ ഉപേക്ഷിച്ചു പോരും ഈ രോഗിയെ. നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു. നമ്മുടെ ഈ വലിയ കാരണന്മാർക്കൊക്കെ അറിയാം മസൂരിയുടെ ഒരു ആക്രമം. വസൂരിക്കാലത്ത് പള്ളിയിലൊക്കെ രാവിലെ സുബൈക്ക് നിസ്കരിക്കാൻ വരുമ്പോ 2-3 മയ്യത്തുണ്ടാവും. എത്ര ആരെങ്കിലും കൊണ്ടുവന്ന് വെച്ചത്, സംസ്കരിക്കാൻ പോലും കഴിയാത്തവർ.
എന്നിട്ട് പള്ളിയിൽ വന്ന കാരണന്മാരൊക്കെ പാടെ ചേർന്ന് ആദ്യത്തെ പരിപാടി 3-4 മയ്യത്ത് സംസ്കരണം. ഇതൊരു ശൈത്താന്റെ ബാധയാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു പാവങ്ങൾ. ഉറൂബ് എന്ന് പറയുന്ന കുട്ടിക്കൃഷ്ണ മാരാർക്കൊരു പുസ്തകമുണ്ട്, പേര് മസൂരി എന്നാണ്. ചെറുപ്പക്കാരാന്ന് വായിച്ചു നോക്കിയാൽ മതി. ഈ മസൂരിയുടെ തീവ്രതയും ഭീകരതയും എത്രയാണ്. ശൈത്താൻ രാത്രി വരും, ഒരു വിളിക്കും, വിളി കേട്ടാൽ മസൂരി പിടിക്കുന്നായിരുന്നു അവർ വിശ്വസിച്ചത് പാവങ്ങൾ. ഇതുപോലെ ഒരു കോപം കാരണമുണ്ടായ രോഗമാണ് എന്ന് പോലും ജനങ്ങൾ തെറ്റിദ്ധരിച്ചു നിൽക്കുമ്പോൾ ഷെയ്ഖ് റിഫായി തങ്ങൾ അവരുടെ അടുത്തേക്ക് എത്തും, അവരുടെ ഡ്രസ്സ് കഴുകും, അവരുടെ വിരിപ്പ് വൃത്തിയാക്കും, അവരുടെ മുറിവുകൾ അന്ന് ലഭ്യമായ ഔഷധങ്ങൾ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് ചികിത്സിക്കും, ഭക്ഷണം കൊണ്ടുവന്ന് അവരോടൊപ്പം ഇരുന്ന് കഴിക്കും. നിങ്ങളെ പാത്രം എടുത്ത് തരുമെന്നും പറഞ്ഞ് നമ്മുടെ പാത്രമ തട്ടാതെ കൂട്ടുകുടുംബക്കാർ പോലും ഭക്ഷണം തട്ടിക്കൊടുക്കുന്ന കാലത്ത് അവരോടൊപ്പം ഭക്ഷണം കഴിച്ചു ഷെയ്ഖ് അവർ. ഈ ആത്മീയതയെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ആത്മീയ സാധനയ്ക്ക് ഒരുങ്ങുന്നവർ, സുലൂക്ക് തയ്യാറാകുന്നവർ, കാണാതെ പഠിച്ച് അനുഷ്ഠിക്കണമെന്ന് മഖ്ദൂം തങ്ങൾ ആരംഭത്തിൽ പറഞ്ഞ അദ്കിയ എന്ന് പറയുന്ന ഔലിയാക്കളാവാനുള്ള കൈപ്പുസ്തകം. അതിലൊരു പദ്യം മഹാനായ സുലൈമാൻ ഉസ്താദ് നേരത്തെ ഉദ്ധരിച്ചിട്ടുണ്ട്. വലികുല്ലി വാഹിദിഹിം ത്വരീഖുൻ മിൻ തുറുഖ് യഖ്താറുഹു. ഓരോ ഔലിയാക്കും അവരവരുടേതായ ചില രീതികളുണ്ട് റബ്ബിലേക്ക് എത്തിച്ചേരാൻ. കജുലൂസിഹി ബൈനൽ അനാമി മുറബ്ബിയൻ. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് അവരെ നന്നാക്കി സംസ്കരിക്കുന്നത് ഒരു വിഭാഗം ഔലിയാക്കളുടെ അള്ളാഹുവിലേക്കുള്ള ഉസൂലിനുള്ള മാർഗമാണെന്ന് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഒന്നാമതായി പറയുന്നു. ഓക്കെ ഉസ്താദ് ആ വിലായത്താണ് പ്രകടിപ്പിച്ചത്. അല്ലോ രാവിലെ മുതൽ രാത്രി എല്ലാവരും ഉറങ്ങോളം 2-ാം ദർസ് കയ്യോളം അല്ലാതെ പ്രഭാഷണം നടത്തിയില്ല. കുഞ്ഞു കുഞ്ഞു വാക്കുകൾ കൊണ്ടൊരു മഹാവിപ്ലവം സൃഷ്ടിച്ചു. കേരളത്തിലുള്ള പണ്ഡിതന്മാർ ഒന്നുകിൽ ഓക്കെ ഉസ്താദിന്റെ ശിഷ്യർ, സുലൈമാൻ ഉസ്താദിനെ പോലെ, കോട്ടൂർ ഉസ്താദിനെ പോലെ, അല്ലെങ്കിൽ ശിഷ്യരുടെ ശിഷ്യർ ബഹുമാന്യരാകുന്ന പൊന്മുള ഉസ്താദിനെ പോലെ, അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരുടെ ശിഷ്യർ. ആ ഒരു ഗുരുവിന്റെ മഹത്വം ആലോചിച്ചു. രാവിലെ മുതൽ വൈകിട്ട് വരെ ദർസ് എടുക്കുക എന്ന വിലായത്തിന്റെ ഉസൂലിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചു. രാത്രി കുറച്ചു ഉറങ്ങി എന്ന് വരുത്തും. ഒരു 3 മണിയൊക്കെ ആവുമ്പോഴേക്ക് എഴുന്നേൽക്കും. മോഹൻ തീരുവോളം അവിടുന്ന് തഹജ്ജുദ് നിസ്കരിക്കും. എന്നിട്ട് ദീർഘസമയം അർത്ഥമറിഞ്ഞ് മായനയിൽ ആഴത്തിലിറങ്ങിയുള്ള ഖുർആൻ പാരായണം. ചാലിയത്ത് ദർസ് നടത്തുന്ന സമയത്ത് വലിയ ഉസ്താദ് ഭയങ്കരമായി കരയണ ഒച്ച കേട്ടിട്ട് അയൽവാസിയാവുന്ന തങ്ങൾ ഓടിച്ചെന്നു. എന്താ പറ്റിയത് നോക്കാൻ. ദടുതിയിൽ അദ്ദേഹം കാലിൽ വെള്ളക്കൊഴിച്ച് പള്ളിയുടെ ഉള്ളിലേക്ക് എത്തിയപ്പോൾ അരണ്ട വെളിച്ചത്തിൽ ഖുർആൻ തുറന്നു വെച്ച് പൊട്ടിക്കരയാണ് ഉസ്താദ്. ഒന്നും സംഭവിച്ചില്ല എന്ന് മനസ്സിലാക്കിയ തങ്ങൾ മടങ്ങിപ്പോയി. പിന്നീട് ഒരു സന്ദർഭം ഒത്തുവന്നപ്പോ എന്തായിരുന്നു അന്ന് സംഭവിച്ചത് നീ തങ്ങൾ പാപ്പ ഉസ്താദിനോട് ചോദിച്ചപ്പോ മടിച്ച് ഉസ്താദ് പറഞ്ഞു കൊടുത്തു. തങ്ങളല്ലേ ചോദിക്കണത്, അവഗണിക്കാൻ പറ്റൂലല്ലോ. ഉസ്താദ് മടിച്ച് പറഞ്ഞു കൊടുത്തത്, ഞാൻ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നരകത്തിന്റെ അവിടെ എത്തി. അപ്പൊ എനിക്ക് നൊലോളി വന്നു എന്നാണ്. ഇന്നമൽ മുഅ്മിനൂൻ ആരാ മുഅ്മിനീങ്ങൾ? ഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. അവരുടെ അടുത്ത് വെച്ച് അള്ളാഹുവിനെ കുറിച്ച് പരാമർശിക്കപ്പെട്ടു എങ്കിൽ വജിലത്തു ഖുലൂബുഹും, അവരുടെ ഹൃദയം പടപടക്കും. അധ്വാനിക്കാൻ അവർക്ക് എങ്ങനെ സാധിച്ചു? രാവിലെ മുതൽ ദർസ് നടത്തേണ്ട ഉസ്താദിന് എങ്ങനെ ഒരു 3 മണി മുതൽ സുബൈഹ് വാങ്കൊടുക്കോളം ദിക്റിലും ദുആയിലും നിസ്കാരത്തിലും കൂടാൻ കഴിയുന്നത്? ഈ ഉസ്താദിന് ആഖിറത്തെ കുറിച്ച് എത്രമേൽ പ്രതീക്ഷ ഉണ്ടെന്ന് ആലോചിച്ചു നോക്കൂ. ഈ ഉസ്താദ് ആഖിറത്തെ എത്രമേൽ ആഗ്രഹിക്കുന്നു എന്ന് ആലോചിച്ചു നോക്കൂ. ആ ഉസ്താദ് കാണിച്ചെന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ദീനിന്റെ യഥാർത്ഥ പ്രമാണം. അവിടുന്ന് മൗലൂദ് ഓതി, അവിടുന്ന് മമ്പറത്ത് സിയാറത്തിന് പോയി, അവിടുന്ന് ദിക്ർ ഹൽഖയിൽ പങ്കെടുത്തു, അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ പ്രണയിച്ചു, ഇഷ്ടപ്പെട്ടു. ഹജ്ജിന് പോയപ്പോ ഹിറാ ഗുഹയിലേക്ക് കയറിപ്പോകുമ്പോ അവിടെയും ഇവിടെയും മുത്തിക്കൊണ്ടിരിക്കും, കല്ലിൽ മുത്തും. കുറച്ചട പോയി കഴിഞ്ഞാൽ നിലത്ത് കൈവച്ചിട്ട് കയ്യിൽ മുത്തും. ഇത് കണ്ട് ഒരു തലയ്ക്ക് വട്ടുള്ള ഒരു മുത്തം ഓടി വന്നു. ഷിർക്ക് ഖല്ലി എന്നും പറഞ്ഞിട്ട് മൂപ്പരോടിക്കാൻ ശ്രമിച്ചു. 2-3 വട്ടക്ക് ഉസ്താദ് പ്രതികരിച്ചില്ല. പിന്നെ ഉസ്താദിന് ഒരു പോയിന്റ് അവിടെ നീങ്ങാൻ കഴിയില്ല, അവിടെ മുത്താതെ.
അവിടെ വെച്ച് ഇതിനെ ചോദ്യം ചെയ്യുന്ന ആളോട് ശക്തമായ രീതിയിൽ സുന്നത്ത് ജമാഅത്ത് പറയാൻ ബഹുമാന്യരാവുന്ന ഉസ്താദിന് എങ്ങനെയാണ് സാധിക്കുന്നത്? ഇൽമിന്റെ മഹത്വം കൊണ്ട്, ഉജ്ജ്വലത കൊണ്ട്. എത്രമേൽ ഇൽമു കൂടുന്നു അതനുസരിച്ച് ഷെയ്ഖന്മാർക്ക് വിനയം വന്നു. റിഫായി ഷെയ്ഖ് തങ്ങളും ശിഷ്യന്മാരും മുരീദന്മാരും ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ജൂതൻ പരീക്ഷിക്കാൻ വരുന്ന ചരിത്രമുണ്ട്. ജൂതനൊന്ന് പരിഹസിക്കണം, പരീക്ഷിക്കാൻ വേണം. റിഫായി ഷെയ്ഖ് തങ്ങൾ വലിയ വിനയത്തിന്റെ ആളാണെന്നും നമ്മളെങ്ങനെ കയറി കൊത്തിയാലും അവിടുന്ന് ശോഭിക്കൂലെന്നൊക്കെ കേട്ട ജൂതൻ അതൊന്ന് പരിശോധിക്കണം കരുതി വന്നു. തൻ്റെ ശിഷ്യന്മാരുടെയും അങ്ങാടിയിലുള്ള ജനങ്ങളെയും മധ്യേ ഷെയ്ഖ് റിഫായി തങ്ങളൊന്ന് മാനം കെടുത്തിക്കൊണ്ട് ആ ജൂതൻ ചോദിച്ചു, അൻത ഖൈറുൻ അമിൽ കിലാബ്, താങ്കളാണോ ശ്രേഷ്ഠൻ അതോ ഈ അങ്ങാടി കൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പട്ടികളാണോ? താരതമ്യം ചെയ്യണത് ആരോടാ നോക്കണം, ആരെയാണെന്ന് നോക്കണം. അക്ഷോഭനായി ഷെയ്ഖ് റിഫായി തങ്ങൾ തലതാത്തി ഇങ്ങനെ നിന്ന് കുറച്ചു നേരം. ശിഷ്യന്മാർക്കൊക്കെ പൊറുതികേട് വരുന്നുണ്ട്. ഉസ്താദിനോട് ചോദിക്കുകയാണ്, നിങ്ങളാണോ പട്ടിയാണോ ശ്രേഷ്ഠൻ? ബഹുമാന്യരാകുന്ന ഷെയ്ഖ് റിഫായി തങ്ങൾ തല ഉയർത്തി കണ്ണീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആളെ വിളിച്ചിട്ട് പറഞ്ഞു, സിറാത്ത് പാലം കയറി കിട്ടിയാൽ ഞാനായിരിക്കും ശ്രേഷ്ഠൻ. സിറാത്ത് പാലം കയറി അപ്പുറത്ത് എത്തിയാൽ ഞാനായിരിക്കും ശ്രേഷ്ഠൻ. അതിന്റെ മുന്നേ ശ്രേഷ്ഠത എങ്ങനെ തീരുമാനിക്കാനാണെന്ന് എത്ര വലിയ ഷെയ്ഖാണ് നമ്മൾ ആലോചിച്ചു. എന്നിട്ടും ആവശ്യഘട്ടത്തിൽ ഭൂമിയോളം സഹിച്ചു. വിനയത്തിന്റെ ഏറ്റവും ഉജ്ജ്വലത പ്രകടിപ്പിച്ചു. ഇതാണ് ഇൽമോടുകൂടെ ഷെയ്ഖായി വന്നത്. അല്ലെങ്കിൽ സർവ്വ ആറാമും ശരിയാന്ന് പറയും, സിനിമ ആറാമാന്ന് ആരെ പറഞ്ഞു എന്ന് പറയും. ഷെയ്ഖന്മാർ ദിക്റൊക്കെ ചൊല്ലി എഴുന്നേറ്റെന്ന് വഴുതറിയണ സമയത്ത് കുറേ സിനിമക്കാരെ പേരും പറഞ്ഞിട്ട് ഓലൊക്കെ സ്വർഗത്തിലെല്ലാം ആർക്കാ പറയാൻ കഴിയാന്ന് ചോദിക്കും. ഹാർമോണിയം പോലെയുള്ള വാദ്യോപകരണങ്ങൾ തെറ്റാനല്ല എന്ന് ഉറക്കെ പറയും. അതിന് തെളിവായിട്ട് ഞാനത് 2 മണിക്കൂർ ഇന്നയാളെടുത്ത് പോയി പഠിച്ചിട്ടുണ്ട് എന്ന് പറയും. ഇതാണ് വിവരമില്ലാത്ത ഷെയ്ഖന്മാരും നല്ല വിവരമുള്ള ഷെയ്ഖന്മാരും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മജീദ് ഉസ്താദ് വന്നിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ആലോചിച്ചു നോക്കുക. വൈദ്യ ഷെയ്ഖ് തങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചെന്നു ഷെയ്ത്താൻ വെള്ളിയുടെ വിവിധങ്ങളായ പാത്രങ്ങളും നല്ല ഈ ഗ്ലാസ്സൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഈ ആരാധനാ വൈഭവത്തിൽ പടച്ചറപ്പ് സംപ്രീതനായിരിക്കുന്നു. അതുകൊണ്ട് ഇനി മുതൽ ഇതൊക്കെ നിങ്ങൾക്ക് അനുവദനീയമാണ്. നിങ്ങളങ്ങനെ ലോക്കൽ പാത്രത്തിലൊന്നും കഴിക്കേണ്ടയാളല്ല, ഇത് ഉപയോഗിക്കണമെന്നും പറഞ്ഞിട്ട് നല്ല ഷെയ്ഖിന്റെ വേഷത്തിൽ ഇബ്ലീസ് പറ്റിക്കാൻ ചെന്നു. ഒരൊറ്റ അട്ടഹാസമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട പിതാവ് അള്ളാഹുവിൻ്റെ റസൂൽ ഒരുക്ക് തങ്ങൾക്ക് പോലും അള്ളാഹു ഇത് അനുവദിച്ചിട്ടില്ല, എന്നിട്ടാണോ എനിക്കൊന്നും പറഞ്ഞിട്ട്. ഇപ്പോഴത്തെ ഷെയ്ഖന്മാരോ മുരീദന്മാരെ കൂട്ടി അജ്മീർക്ക് പോവുക, എന്നിട്ട് ആ യാത്രയിൽ ഒരൊറ്റ വക്ത് പോലും നിസ്കരിക്കാതിരിക്കുക. പൂർണ്ണമായി ഷെയ്ഖിൽ വിലയം പ്രാപിക്കാത്ത പുതുകാല മുരീദന്മാരൊക്കെ സംശയം ചോദിക്കുക, അല്ല നിസ്കരിക്കണ്ടേന്ന്. അപ്പൊ ഷെയ്ഖിന്റെ തൊട്ടടുത്തുള്ള 1-ാം നമ്പർ ഖലീഫ, 2-ാം നമ്പർ ഖലീഫ ഇവരൊക്കെ വന്നിട്ട് പറയാം, എന്താ നിങ്ങളെ പ്രശ്നം? ഖബറിന്ന് ചോദ്യം ചോദിക്കുന്നല്ലേ? ഖബറിന്ന് ചോദ്യം ചോദിക്കാൻ മുൻകർ നക്കീർ വരുന്ന സമയത്ത് നിസ്കാരത്തെ പറ്റി ചോദിച്ചാൽ അവരോട് പറയണം നമ്മുടെ ഷെയ്ഖിനോട് ചോദിക്കാൻ. അതോടുകൂടെ മുൻകർ നക്കീർ അങ്ങോട്ട് പോകുന്നാണ് ഇവർ പറഞ്ഞു കൊടുക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ മരണത്തെക്കുറിച്ച് യഖീൻ എന്നാണ് പ്രയോഗം പലയിടങ്ങളിൽ. ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാവർക്കും ഉറപ്പുള്ളൊരു കാര്യം അതാണ്. ഏത് സയന്റിസ്റ്റ് ആണെങ്കിലും അയാൾക്ക് ഉറപ്പുള്ളൊരു സംഗതിയാണ് മരണം. ഫഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ഉറപ്പ് വരുവോളം നിസ്കരിക്കണം, ഇബാദത്ത് ചെയ്യണം എന്ന് ഖുർആനിലുണ്ട്. യഖീൻ എന്ന് പറഞ്ഞാൽ മരണം വരുവോളം എന്നർത്ഥം. ഇവരതിനർത്ഥം വെക്കും, നമ്മുടെ ഷെയ്ഖിനൊരു ഉറപ്പിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി നിസ്കരിക്കണ്ട, നമ്മുടെ ഷെയ്ഖിന് ഉറപ്പിട്ടിട്ടുണ്ട് ഇനി നിസ്കരിക്കണ്ട. എന്തുകൊണ്ടാ? ഇൽമു തീരല്ലാത്തതുകൊണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ആലോചിച്ച് നോക്കുക, ഈ ഉറപ്പ് ഷഫീഉൽ വറ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയോ? അവിടുന്ന് വഫാത്തായ ആ വഖത്തിലെ നിസ്കാരം പോലും പള്ളിയിൽ വന്ന് നിസ്കരിച്ചു. ഫളൽ ഇബ്നു അബ്ബാസ് തങ്ങളുടെ ചുമലിൽ ഒരു കൈയും അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ ചുമലിൽ ഒരു കൈയും വെച്ച് അല്ലാഹുവിന്റെ റസൂൽ വയ്യാണ്ട പള്ളിയിലേക്ക് വന്നു. ഹദീസിന്റെ ബാക്കിയിൽ കാണാം, റസൂലുള്ളാഹി വന്നിട്ട് 2 വരയുണ്ടായിരുന്നു പള്ളിയിൽ നിന്ന്. നബിതങ്ങൾക്ക് കാല് ബാലൻസ് ചെയ്യാൻ പറ്റണില്ല, കുഴഞ്ഞു കിടക്കുകയാണ്. അതാ മണൽ വിരിച്ച പള്ളിയിലൂടെ ഒരതി വന്നിട്ട് 2 വരയുണ്ടായിരുന്നു. അത്രക്ക് വിഷമം പിടിച്ചിട്ടും അല്ലാഹുവിന്റെ റസൂൽ ഒരു വഫാത്തായ സന്ദർഭത്തില് ആ വഖ്തിൽ നിസ്കാരം നിർവഹിച്ചു. ഈ ഷെയ്ഖ് ബഡ്കൂസിന് കിട്ടിയ ഉറപ്പ് കിട്ടാത്തതുകൊണ്ട്. ഉമർ ഫാറൂഖ് തങ്ങൾ സുബൈക്ക് ഇമാമത്ത് വെക്കുമ്പോഴാണ് അബൂ ലുഅ്ലു കുത്തിക്കൊല്ലണത്.
മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെങ്ങാനും ഈ ഉറപ്പ് കിട്ടിയിട്ട് നിസ്കാരം വേണ്ടാൻ തീരുമാനിച്ച് വീട്ടിൽ കടന്നുറങ്ങിയിരുന്നുവെങ്കിൽ ചരിത്രം മറ്റൊന്നായി മാറുമായിരുന്നു. പക്ഷേ ആ ഉറപ്പ് അള്ളാഹു ആർക്കും കൊടുത്തിട്ടില്ല. പറ്റിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞത് മതവിരുദ്ധരുടെ പറ്റിക്കലാണ്. രണ്ടാമത് പറഞ്ഞത് മതത്തിന്റെ ഉള്ളിൽ നിന്ന് ചെതല് പിടിക്കുന്നത് പോലെ നമ്മളെ തകർത്തുകൊണ്ടിരിക്കുന്ന, ഈമാൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ശല്യങ്ങളെ കുറിച്ചാണ്. മണ്ണാർക്കാട് ഓഫീസ് തുടങ്ങുക. എന്താ പ്രത്യേകത? ഞങ്ങൾ ഈ ഓഫീസും സംവിധാനമൊക്കെ സൗകര്യപ്പെടുത്തുന്നത് സനാതനധർമ്മം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാത്ത ജാതി സനാതനധർമ്മം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കേട്ടുവരുന്ന കുറേ സംഗതികളൊക്കെ അല്ലേ, അതൊക്കെ തന്നെ. അതിന്റെ വക്താക്കൾ അതുമായി മുന്നോട്ട് പോട്ടെ, നമുക്കതിൽ പ്രശ്നമില്ല. ഇസ്ലാമെന്നും പറഞ്ഞിട്ട് സനാതനധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി വന്നാൽ നമ്മളത് ചോദ്യം ചെയ്യേണ്ടി വരും. ഒരു തർക്കമല്ലേ? ഇവിടെ മൊത്തം അഹം ബ്രഹ്മാസ്മിയാണെന്ന് പറഞ്ഞാൽ അത് ശ്രീശങ്കരൻ സ്ഥാപിച്ച അദ്വൈതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണെന്ന് നമ്മൾ പറയേണ്ടി വരും. എല്ലാം ദൈവമാണെന്നാണ് പറയുന്നത്. പരിശുദ്ധ ഇസ്ലാമിൽ അങ്ങനെ സംഭവമല്ലേ? അഹം ബ്രഹ്മാസ്മി, ഞാൻ പരബ്രഹ്മത്തിന്റെ ഭാഗമാണ്, ഞാൻ ദൈവമാണ്. ഇതേപോലെ തന്നെ തത്വമസി. സെക്രട്ടറി ഇതിങ്ങനെ പറയുമ്പോൾ പ്രസിഡന്റ് തങ്ങളാണല്ലോ, മൂപ്പര് എന്ന് പറയും. ഇതൊക്കെ തത്വമസി തന്നെയല്ലേ? തത്വമസി എന്ന് പറഞ്ഞാൽ എന്താ? നീയും അത് തന്നെയാണ്, ദൈവം തന്നെയാണ്. ആത്മഞ്ച, നമ്മുടെ ഉള്ളിലുള്ള ജീവാത്മാവും പരമാത്മാവും തന്നെയാണ്. ഇതാണ് ശ്രീശങ്കരന്റെ അദ്വൈതം. ഇത് സ്ഥാപിക്കലാണ് ഞങ്ങളുടെ ദൗത്യം എന്ന് പറയുമ്പോൾ സൂഫി അല്ലെന്ന് നമ്മൾ എണ്ണി പറയേണ്ടി വരും. ഇത് ഇസ്ലാം അല്ലെന്ന് പറയേണ്ടി വരും. അദ്വൈതത്തെ കുറിച്ചുള്ള സംവാദം നമ്മളിപ്പോൾ നടത്തേണ്ടതുണ്ട്. അതേക്കുറിച്ചല്ല ഞാൻ പറയണത്. ഇസ്ലാമും അദ്വൈതവും ഒരു കണികയിൽ പോലും യോജിക്കൂല എന്നല്ല. ഷഡ്ദർശനങ്ങളിൽ അവസാനത്തേതാണ് ഈ വേദാന്ത ദർശനം എന്ന് പറയുന്നത്. ഷഡ്ദർശനങ്ങളിൽ അവസാനത്തെ ഈ വേദാന്ത ദർശനത്തിൽ പ്രധാനപ്പെട്ട ഒരു സാധനം അദ്വൈതം. അതിനോട് യോജിക്കാത്ത വലിയൊരു സംഘം മഹർഷിമാരും ഹൈന്ദവ പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ടാണ് അദ്വൈതത്തെ വിമർശിച്ച് ശ്രീ രാമാനുജാചാര്യർ വിശിഷ്ടാദ്വൈതം ഉണ്ടാക്കുന്നത്, ശ്രീ മാധ്വാചാര്യർ ദ്വൈതം ഉണ്ടാക്കുന്നത്, ശ്രീ വല്ലഭാരാചാര്യർ ശുദ്ധാദ്വൈതം ഉണ്ടാക്കുന്നത്, നിംബാർക്കാചാര്യർ എന്ന് പറയുന്ന മഹർഷി ദ്വൈത്വാദ്വൈതം ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇസ്ലാം പ്രചരിപ്പിക്കുന്ന അദ്വൈതാണെന്ന് ഏതെങ്കിലും ആളുകൾ സൂഫിസത്തിന്റെ മേലിൽ കയറി പറഞ്ഞാൽ ആ മുഖ്തരാണെന്ന് പറയേണ്ടി വരും. എന്താണ് തസവൂഫ് എന്ന് ഈ വേദിയിൽ നിന്ന് പഠിക്കണം, ജലാലിയ റാത്തീബിൽ നിന്ന് പഠിക്കണം. നേരത്തെ സുലൈമാൻ ഉസ്താദ് നമ്മളോടൊക്കെ ചൊല്ലണമെന്ന് ഒരു ദിവസം പോലും മുടങ്ങരുത് എന്ന് ഊന്നിപ്പറഞ്ഞ ഹദ്ദാദ് റാത്തീബിൽ നിന്ന് പഠിക്കണം. ആത്മീയത എന്ന് പറഞ്ഞാൽ വിപണനമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇത്തരം സദസ്സുകൾ പ്രസക്തമാകുന്നത്. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരികൾ, എന്നെ കേൾക്കുന്ന യുവതികൾ, പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, പരിശുദ്ധ ദീനിൽ നിന്ന് ഏത് സാഹചര്യത്തിലും ഒരു ചെറിയ ശതമാനം മാറി സഞ്ചരിക്കാതിരിക്കുക. ഏതായാലും തീരാനുള്ളതാണ് ഈ ജന്മം. അതിനിടയ്ക്ക് വിശുദ്ധമായി ജീവിക്കുക. എന്തൊക്കെ പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും നമ്മളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചാലും അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് ഇഞ്ചു മാറാതിരിക്കുക. സൂറത്തുൽ അഹ്സാബിന്റെ 36-ാം വാക്യം മറന്നു പോകരുത്. മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. അള്ളാഹുവും പുണ്യപ്രവാചകരും ഒരു കാര്യം തീരുമാനിച്ചാൽ അതിന് വിരുദ്ധമായി മറ്റൊന്ന് തീരുമാനിക്കുക മുസ്ലിമായ ആണിനും പെണ്ണിനും അവകാശമേ ഇല്ല. ഇതിന് വിരുദ്ധമായി ആരെങ്കിലും തീരുമാനിച്ചാലോ, ആടിപ്പാടിയാലോ, ജയിച്ചു എന്നും പറഞ്ഞ് പെണ്ണുങ്ങളും ആണുങ്ങളും കൂത്താട്ടം നടത്തിയാലോ, പ്രിയപ്പെട്ട പ്രസിഡന്റുമാർ എന്നും പറഞ്ഞിട്ട് ഒരു പെണ്ണും രണ്ടാണുങ്ങളും കൈകോർത്ത് പിടിച്ചിട്ട് ഡാൻസ് കളിച്ചാലോ, ജയിച്ച സ്ഥാനാർത്ഥി 5-6 പെണ്ണുങ്ങൾ ചേർന്നിട്ട് ഉമ്മം കൊടുത്താലോ, പെൺകുട്ടികളുടെ കൈ പിടിച്ചിട്ട് ജയിച്ച സ്ഥാനാർത്ഥി ബർക്കത്തിന് മുത്തരിയാലോ, ആ മുക്കുത്തരാണെന്ന് പറയേണ്ടി വരും. മുഅ്മിനായ ആണിനും പെണ്ണിനും സാധ്യമല്ല അള്ളാഹും റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ അവരുടെ ഇഷ്ടത്തിനും അഭീഷ്ടത്തിനും അവരുടെ താല്പര്യത്തിനും അനുസരിച്ച് മറ്റൊന്ന് തെരഞ്ഞെടുക്കൽ പാടില്ലത്. ആരെങ്കിലും വിരുദ്ധമായി അള്ളാഹുവിനും റസൂലിനും എതിർ പ്രവർത്തിച്ചാലോ വ്യക്തമായ വഴികേടിലാണ് അവർ. ഈ ഓർമ്മ നമ്മളെ തരളിതമാക്കണമെന്ന് എന്നോട് ഉപദേശിച്ച് എൻ്റെ പ്രിയപ്പെട്ട സദസ്യരോട് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. നല്ലത് ചിന്തിക്കാനും നല്ലത് മാത്രം പ്രവർത്തിക്കാനും നല്ലവരോടൊപ്പം മരണപ്പെട്ട് അബ്റാറിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് വേണ്ടി ജീവിച്ച് മരണപ്പെട്ട പൂർവികർ, മാതാപിതാക്കൾ, ഉസ്താദുമാർ, അള്ളാഹു എല്ലാവരുടെയും ദറജ ഉയർത്തി കൊടുക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.